എല്ലാവർക്കും സയോര എഡുവിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോ ഞാനിന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് ആണ്. നമ്മുടെ CSIR നെറ്റ് എക്സാം അതുപോലെ ഗേറ്റ് എക്സാംസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ്. 6 to 8 മാർക്സോളം ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്റർ 6 to 8 മാർക്സ് ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്റർ മാത്രമായിട്ട് വരുന്നുണ്ട്. പിന്നെ പുതിയൊരു സിലബസ് റിവിഷൻ ഒക്കെ വന്നിട്ടുണ്ട്. അത് പ്രകാരം ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് കൂടുമെന്നാണ് പറയുന്നത്. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ്. ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് കുറച്ച് കൂടുതലാണ് കുറച്ച് കൂടുതലായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോ ആ ഒരു ടൈപ്പ് നമ്മൾ എപ്പോഴും മനസ്സിൽ വെച്ചേക്കണം. അപ്പൊ നമുക്ക് ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ബിലോങ്സ് ടു എഫ് ബ്ലോക്ക്. നമുക്കറിയാം പീരിയോഡിക് ടേബിളിൽ നമ്മൾ 4 ബ്ലോക്ക് ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഒന്ന് എസ് ബ്ലോക്ക് എലമെന്റ്സ്, പിന്നെ നമ്മൾ പറയുന്നത് പി ബ്ലോക്ക് ആണ്, പിന്നെ ഡി ബ്ലോക്ക് പറയാറുണ്ട്, ആൻഡ് ലാസ്റ്റ് വൺ ഇസ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. അതായത് നമ്മുടെ വാലൻസ് ഇലക്ട്രോൺസ് ഫിൽ ചെയ്യുന്നത് ഏത് സബ്ഷെല്ലാണ് അതനുസരിച്ചിട്ടാണ് നമ്മൾ ഡിഫറെന്റ് ബ്ലോക്ക് പറയുന്നത്. അപ്പൊ അതിൽ നമ്മൾ എഫ് ബ്ലോക്ക് എലമെന്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പോ ഈ എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു അതിന്റെ വാലൻസ് ഇലക്ട്രോൺസ്, ആ എലമെന്റ്സിന്റെ വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് ആണ്. ഈ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് ഫിൽ ചെയ്യുന്നത് എഫ് സബ്ഷെല്ലായിരിക്കും. ഇവിടെ നമ്മൾ എഫ് സബ്ഷെൽ എന്ന് പറയുന്നത് മെയിൻലി രണ്ട് എഫ് സബ്ഷെല്ലാണ് പറയുന്നത്. ഒന്ന് 4F മറ്റൊന്ന് 5F. ഓക്കെ, അപ്പോ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ N-2 ആന്റി പെനൾട്ടിമേറ്റ് ഷെൽ അല്ലെങ്കിൽ ആന്റി പെനൾട്ടിമേറ്റ് സബ്ഷെൽ, ഇതാണ് ശരിക്കും പറഞ്ഞത് നമ്മുടെ എഫ് സബ്ഷെൽ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ഈ N-1 ഷെൽ പെനൾട്ടിമേറ്റ് ഷെൽ എന്ന് പറയും. പെനൾട്ടിമേറ്റ് ഷെല്ലിനെക്കാളും കുറച്ചുകൂടി കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത് പെനൾട്ടിമേറ്റ് സബ്ഷെൽ എന്ന് പറയുന്നത് കുറച്ചുകൂടി കറക്റ്റ്. അപ്പൊ ഇത് നമ്മൾ സൂചിപ്പിക്കുന്നത് ഈ സബ്ഷെല്ലാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനി ഈ nth ഔട്ടർ മോസ്റ്റ് ഷെല്ല്, ഇവിടെ ഈ എഫ് ബ്ലോക്ക് എലമെന്റ്സിന് nth ഷെൽ എന്ന് പറയുന്നത് എഫ് സബ്ഷെല്ലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ ഒരു ജനറൽ ഫോർമുല അസൈൻ ചെയ്യാൻ പറ്റും. ദിസ് ജനറൽ ഫോർമുല ഇസ് യൂസ് ടു റെപ്രസെന്റ് ഇറ്റ്സ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതെന്ന് പറയുന്നത് N-2 F 1 to 14 N-1 D 0 to 1 and Ns2. This is the general formula for representing the electronic configuration of the F block elements. Okay, അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് എഫ് ബ്ലോക്ക് എലമെന്റ്സ് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നിന്റെ പേരും അതിന്റെ സിമ്പലും പഠിക്കാനുണ്ട്. അതോടൊപ്പം ഇവയുടെയൊക്കെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും പഠിക്കാനുണ്ട്. ഇത് ഇത്രയും പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ ചാപ്റ്റർ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. സോ ഫസ്റ്റ് നമുക്ക് അത് നോക്കാം. അപ്പൊ ഇതാണ് ഇതിന്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് N-2 F 1 to 14 N-1 D 0 to 1 and Ns2. ഈ N-2 F 1 to 14 ആണ് ഞാൻ പറഞ്ഞത്. ഇറ്റ് വിൽ ബി either 4F or 5F. ഓക്കെ, പിന്നെ ഇത് ഈ 4F എവിടെയാണ് വരുന്നത്, 5F എവിടെയാണ് വരുന്നത് എന്നൊക്കെ പറയാം. പിന്നെ ഈ എഫില് മാക്സിമം നമ്മൾ എഫ് സബ്ഷെൽ എടുക്കുമ്പോൾ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ അക്കോമഡേറ്റ് ഇൻ ദ എഫ് സബ്ഷെൽ എന്ന് പറയുന്നത് 14 ഇലക്ട്രോൺസ് ആണ്. ഡിയിലാണെങ്കിലോ മാക്സിമം ഇലക്ട്രോൺസ് എത്രയാണ്, 10 ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ നമ്മൾ സ്റ്റെബിലിറ്റി ഹാഫ് ഫിൽഡും ഫുൾ ഫിൽഡും നമ്മുടെ ഡി ബ്ലോക്ക് എലമെന്റ്സിൽ പറയുന്ന പോലെ ഇവിടെ എഫ് ബ്ലോക്ക് എലമെന്റ്സിലും ഹാഫ് ഫിൽഡ് ഫുൾ ഫിൽഡ് സ്റ്റെബിലിറ്റി ആപ്ലിക്കബിൾ ആണ്. F7 എന്ന് പറയുന്നത് ഹാഫ് ഫിൽഡ് സ്റ്റെബിലിറ്റി, F14 എന്ന് പറയുന്നത് ഫുള്ളി ഫിൽഡ് സ്റ്റെബിലിറ്റി ആണ്. അത് ഇവിടെ ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, സോ ഇത്രയാണ് ഈ ഒരു എഫ് ബ്ലോക്ക് എലമെന്റ്സിന്റെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ദ ടൈപ്സ് ഓഫ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. മെയിൻലി നമുക്ക് 2 ടൈപ്സ് ആണ്. ഫസ്റ്റ് വൺ ഇസ് ലാന്തനൈറ്റ്സ്. ലാന്തനൈറ്റ്സ് ആണ് ഫസ്റ്റ് ടൈപ്പ്. സെക്കൻഡ് ടൈപ്പ് ഇസ് ആക്ടിനൈറ്റ്സ്. ഓക്കെ, ഈ ലാന്തനൈറ്റ്സും ആക്ടിനൈറ്റ്സും നമ്മൾ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്തെന്ന് ചോദിച്ചാൽ
ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ നേരത്തെ പറഞ്ഞു 4F 5F പറഞ്ഞു. അപ്പൊ അതിന് ബേസ് ചെയ്തിട്ടാണ് ഈ ലാന്തനൈറ്റ്സും ആക്ടിനൈറ്റ്സും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് മെയിൻ ആയിട്ട്. ഓക്കെ, അപ്പൊ ഈ ലാന്തനൈറ്റ്സ് ഫില്ല് ചെയ്യുന്ന ബാലൻസ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്ന ഏത് സബ്ഷൻ ആണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് 4F സബ്ഷൻ. ഓക്കെ, ആക്ടിനൈറ്റ്സിലേക്ക് വരുമ്പോഴോ 5F സബ്ഷൻ. ഇതാണ് ഈ രണ്ട് ടൈപ്പിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. വേറെ ഒരുപാട് ഡിഫറൻസസ് ഉണ്ട്, അതൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കും. പക്ഷെ മെയിൻ ഒരു പോയിന്റ് ഫോർ ഡിഫറൻഷിയേറ്റിംഗ് ലാന്തനൈറ്റ്സ് ആൻഡ് ആക്ടിനൈറ്റ്സ് ഇസ് 4F ആൻഡ് 5F. ഓക്കെ, സോ നമുക്ക് ഇനി പഠിക്കാൻ പോകുന്നത് ലാന്തനൈഡ് സീരീസും ആക്ടിനൈഡ് സീരീസും ഉണ്ട്. ലാന്തനൈഡ് സീരീസിൽ എത്ര എലമെന്റ്സ് ഉണ്ട്, അതിന്റെ പേര് എന്താണ്, അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്, അതാണ് ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ആ ലാന്തനൈഡ് സീരീസിനെ ബേസ് ചെയ്തിട്ടാണ്. അതേസമയം ആക്ടിനൈഡ് സീരീസ് പഠിക്കേണ്ടതല്ല, ആക്ടിനൈഡ് സീരീസ് പഠിക്കണം. പക്ഷെ ക്വസ്റ്റ്യൻസ് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലും ലാന്തനൈഡ് സീരീസിൽ നിന്നാണ് വരുന്നത്. അപ്പോ ലാന്തനൈഡ് സീരീസും ആക്ടിനൈഡ് സീരീസിന്റെയും ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ആക്ടിനൈഡ് സീരീസ് നോക്കുമ്പോഴത്തേക്കും ഇതെല്ലാം റേഡിയോ ആക്റ്റീവ്. These all elements are radioactive elements. പിന്നെ ഈ യുറേനിയം കഴിഞ്ഞു വരുന്ന എലമെന്റ്സ് എല്ലാം നമ്മൾ കളക്റ്റീവ്ലി വിളിക്കുന്ന ഒരു പേരുണ്ട്, which is trans uranium elements. ഞാൻ ഈ പറയുന്ന ഓരോ പോയിന്റ്സും നോട്ട് ചെയ്യാം. ഒക്കെ എക്സാമിന് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. CSIR നെറ്റ് ഗേറ്റിന് മാത്രമല്ല, വേറെ ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസ് ഉണ്ട്, അവിടെയൊക്കെ ഞാൻ ഈ പറയുന്ന പോയിന്റ്സ് ഒക്കെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന ഓരോ പോയിന്റ്സും വെറുതെ കേട്ടുകൊണ്ടിരിക്കാതെ അതിനെ എഴുതി പോകാനായിട്ട് ശ്രമിക്കാം. അതേപോലെ ഈ ലാന്തനൈഡ് സീരീസില് PM എന്ന് പറയുന്നത് ഒരു എലമെന്റ്, അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോമിത്തിയം എന്ന് പറയുന്നത്. ഈ പ്രോമിത്തിയം എന്ന് പറയുന്ന എലമെന്റ് which is radioactive. The only element which is radioactive in the lanthanide series എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് പ്രോമിത്തിയം ആണ്. ഓക്കെ, the only element which is radioactive in lanthanide series എന്ന് പറയുന്നതാണ് പ്രോമിത്തിയം ആണ്. ആക്ടിനൈഡ് സീരീസിലെ എല്ലാ എലമെന്റ്സും റേഡിയോ ആക്റ്റീവ് ആണ്. യുറേനിയത്തിന് ശേഷം വരുന്ന എല്ലാ എലമെന്റ്സും നമ്മൾ ട്രാൻസ് യുറേനിയം എലമെന്റ്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് ഇവയുടെ അറ്റോമിക് നമ്പേഴ്സ് ആണ്. 57 to 71 എന്ന് പറയുന്നത് ലാന്തനൈഡ് സീരീസും, അതേപോലെ 89 to 103 എന്ന് പറയുന്നത് ആക്ടിനൈഡ് സീരീസും ആണ്. ശരിക്കും പറഞ്ഞാല് നമ്മുടെ NCERT ടെക്സ്റ്റ് ഒക്കെ പറയുന്നത് ലന്താനം കഴിഞ്ഞ് വരുന്ന 14 എലമെന്റ്സ് ആണ് ലാന്തനൈഡ് സീരീസിൽ വരുന്നത്. അതേപോലെ ആക്ടീനിയം കഴിഞ്ഞ് വരുന്ന 14 എലമെന്റ്സ് ആണ് ആക്ടിനൈഡ് സീരീസിൽ വരുന്നതെന്നാണ് നമ്മൾ പറയാറ്. പക്ഷേ പീരിയോഡിക് ടേബിൾ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ലന്താനം കൂടി അല്ലെങ്കിൽ ആക്ടീനിയം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ആ ലാന്തനൈഡ് ആക്ടിനൈഡ് സീരീസ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണോ പല ടെക്സ്റ്റിലും പല രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, ആക്ച്വൽ ലാന്തനൈഡ് സീരീസ് സ്റ്റാർട്ട് ചെയ്തത് സീറിയം മുതൽ തന്നെയാണ്. പക്ഷെ പീരിയോഡിക് ടേബിളിൽ ഇതിനൊരു കണ്ടിന്യൂറ്റി വരാൻ വേണ്ടിയിട്ടാണ് ലന്താനവും അതേപോലെ ആക്ടിനൈഡ് സീരീസിൽ ആക്ടീനിയവും കൊടുത്തിട്ടുള്ളത്. സോ ജസ്റ്റ് അത് ഒന്ന് അറിഞ്ഞിരിക്കുക, മനസ്സിൽ വെച്ചിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇവയുടെയൊക്കെ നെയിംസ് ആണ്. നെയിംസും കെമിക്കൽ സിംബലും ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ 57 അറ്റോമിക് നമ്പർ 57th എലമെന്റ് എന്ന് പറയുന്നത് ലന്താനമാണ്. ലന്താനം ശരിക്കും ഒരു P ബ്ലോക്ക് എലമെന്റ് തന്നെയാണ്. ഇതിന്റെ ലാസ്റ്റ് ഇലക്ട്രോൺ ഫിൽ ചെയ്തത് D സബ്ഷനിലാണ്. പക്ഷെ നമ്മൾ ലാന്തനൈഡ് സീരീസിൽ അത് പറയുന്നത് സെയിം കേസ് തന്നെയാണ് ആക്ടീനിയത്തിനും വരുന്നത്. അപ്പോൾ ലന്താനം അതേപോലെ സീറിയം ഉണ്ട്, പ്രാസോഡിനിയം, നിയോഡിനിയം, പ്രോമിത്തിയം is the only radioactive element in the ലാന്തനൈഡ് സീരീസ്. പിന്നെ സമേറിയം, യൂറോപ്പിയം, ഗഡോലിനിയം, ജെർബിയം, ഡിസ്ട്രോബിയം, ഹോൾമിയം, എർബിയം, തൂലിയം, ഇറ്റോബിയം, ലുട്ടീഷ്യം. ഇങ്ങനെയാണ് ലാന്തനൈഡ് സീരീസ് പോകുന്നത്. ഇതിന്റെ ഒക്കെ കെമിക്കൽ സിംബൽ ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം ഡയറക്റ്റ് തന്നെയാണ്, ആ പേരിൽ നിന്ന് തന്നെയാണ്, ആ ഒരു ലെറ്റേഴ്സ് വെച്ചിട്ട് തന്നെയാണ് സിംബല് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ആക്ടീനിയം. ആക്ടിനൈഡ് സീരീസിൽ പോകുമ്പോൾ ആക്ടീനിയം കഴിഞ്ഞ് വരുന്ന 14 എലമെന്റ്സ് ആണെന്ന് ആക്ടീനിയം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആക്ടീനിയം, തോറിയം, പ്രൊട്ടാക്ടീനിയം, യുറേനിയം, നെപ്റ്റ്യൂണിയം, പ്ലൂട്ടോണിയം, അമേരിക്കം, ക്യൂരിയം, ബെർക്കീലിയം,
കാലിഫോർണിയം, ഐൻസ്റ്റീനിയം, ഫെർമിയം, മെൻഡലീവിയം, നൊബേലിയം, ലോറൻസിയം. ലോറൻസിയത്തിന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് LR ആണ്. അതൊന്നും ഞാൻ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. LW മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ചില ടെക്സ്റ്റ് ബുക്സ് റെഫർ ചെയ്യുമ്പോൾ മിസ്റ്റേക്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ കറക്ഷൻസ് ഉള്ളത് തന്നെ പറഞ്ഞു പോകുന്നതാണ്. അപ്പൊ ലോറൻസി എന്ന് പറയുന്നത് L ആണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഒരു ഓവറോൾ പേരുകളും നെയിംസും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിംബൽസ് എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ഇതിങ്ങനെ ഒരു ഓർഡറിൽ പഠിക്കാന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് കുറേ തവണ ഇത് വായിച്ചാൽ മാത്രമേ നമുക്ക് ഇത് നമ്മുടെ മനസ്സിൽ നിൽക്കും. കുറച്ച് ടഫാണ് ഇങ്ങനെ തന്നെ ഈ ഓർഡർ തെറ്റാതെ പഠിക്കാന്ന് പറയുന്നത് കുറച്ച് പാടാണ്. കാരണം ഇതെല്ലാം പുതിയ പുതിയ എലമെന്റ്സ് ആണ്. നമുക്ക് എല്ലാത്തിനും പുതിയ എലമെന്റ്സ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതെങ്ങനെ നമുക്ക് പഠിക്കാം, പേരുകൾ എങ്ങനെ പഠിക്കാം എന്നൊരു ട്രിക്ക് ഉണ്ട്. അപ്പൊ ആ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞു തന്നതിന് ശേഷം നിങ്ങൾ ഈ എലമെന്റ്സ് ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾ പോലും അറിയാതെ അത്ര എഫേർട്ട് ഒന്നും എടുക്കാതെ നിങ്ങൾ ഇത് പഠിച്ചിട്ടുണ്ടാവും. അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ ട്രിക്ക്. ഓക്കെ, ഈ ട്രിക്ക് വായിക്കുമ്പോൾ ശരിയൊക്കെ വരും. പക്ഷെ എന്നാലും ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ ഒരു സീരീസ് കാണാതെ പഠിക്കാൻ പറ്റും. നിങ്ങൾ അറിയാതെ തന്നെ ബൈഹാർട്ട് ചെയ്യും. അപ്പോ സീതയെ പ്രേമിച്ച് നടന്ന പ്രേമനും സോമനും യൂറോപ്പിൽ പോയി കഠോരമായ TBയും ഡിസെൻട്രിയും പിടിച്ച് ഹോസ്പിറ്റലിൽ ഏർലി ടൈമിൽ പോകുമ്പോൾ ഇബിലു ഡോക്ടർ വന്നു. ഇതാണ് ഇതിന്റെ ട്രിക്ക് എന്ന് പറയുന്നത് ലാന്തനയുടെ സീരീസിന്. സീത എന്ന് പറയുമ്പോൾ സീറിയൽ, പ്രേമിച്ചു TR ടാസോഡിമിയം, നടന്ന നിയോഡിമിയം ND ആണ്. പ്രേമനും സോമനും, പ്രേമൻ എന്ന് പറയുമ്പോൾ TM ആണ്, പ്രൊമിത്യൻ. സോമൻ എന്ന് പറയുമ്പോൾ SM സമേറിയൻ. യൂറോപ്പിൽ പോയി EU എന്ന് പറയുന്നത് യൂറോപ്യൻ. കഠോരമായ ഗഡോലിനിയം GD. TBയും ഡിസെൻട്രി, TB എന്ന് പറയുമ്പോൾ ചെർബിയൻ, ഡിസെൻട്രി ഡിസ്ട്രോബിയൻ. പിടിച്ച ഹോസ്പിറ്റലിൽ HO ഹോൾമിയം, ഏർലി എർബിയം ER, ടൈമിൽ TM തൂലിയം. പോയപ്പോ ഇഗ്ലു ഡോക്ടറിന്റെ ഒരു പേരാണ് ഇറ്റർബിയം ലുട്ടീഷ്യൻ. എന്ത് ഈസി ആയിട്ടാണല്ലേ ആ ഒരു ഇപ്പൊ നിങ്ങൾ ഇതൊന്ന് എന്ത് ഈസി ആയിട്ടാണ് നമുക്ക് ഈ കോഡ് പഠിക്കാൻ പറ്റുന്നത്. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്താൽ ഈ കോഡ് നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് അത് പഠിക്കാനും പറ്റും. ഈ ട്രിക്ക് വായിച്ചതിന് ശേഷം നിങ്ങൾ ചെന്നാണ് എലമെന്റ്സിന്റെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഷുവർ ആണ്. അപ്പൊ ഇത് 2-3 വട്ടം വായിച്ചതിന് ശേഷം അങ്ങോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടാവും. സീറിയം, ടാസോഡിമിയം, നിയോഡിമിയം, പ്രൊമിത്യം, സമീറിയം, യൂറോപ്യം, ഗഡോലിനിയം, ടെർബിയം, ഡിസ്ട്രോബിയം, ഹോൾമിയം, എർബിയം, തൂലിയം, ഇറ്റർബിയം, ലുട്ടീഷ്യൻ. ഇതാണ് എലമെന്റ്സിന്റെ ഓർഡർ. ഓക്കെ, ഇതാണ് ഏതിന്റെ ഓർഡർ? ലാന്തനയുടെ സീരീസിന്റെ ഓർഡർ. ഇനി നമുക്ക് ഈ ഒരു ലിസ്റ്റിലേക്ക് കണ്ടേ എന്തായാലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ടൊന്ന് നോക്കണം. അടുത്തത് ആക്ടിനൈഡ് സീരീസ് ആണ്. ആക്ടിനൈഡ് സീരീസ് നോക്കുമ്പോൾ തോറിയം, പ്രൊട്ടാക്ടീനിയം, യുറേനിയം, ഞാൻ ഈ പേരുകൾ ഒന്നുകൂടി പറയാം. നെപ്റ്റ്യൂണിയം, പ്ലൂട്ടോണിയം, അമേരിക്കൻ, ക്യൂരിയം, ബെർക്കീലിയം, കാലിഫോർണിയം, ഐൻസ്റ്റീനിയം, ഫെർമിയം, മെൻഡലീവിയം, നൊബേലിയം, ലോറൻസിയം. നമ്മുടെ മനസ്സിൽ ഈ പേരുകൾ ഉണ്ടായിരിക്കണം. നമുക്ക് ഇതിന്റെ ട്രിക്സിലേക്ക്. തോമസും പൗലോസും. തോറിയം TH, പൗലോസ് എന്ന് പറയുമ്പോൾ പ്രൊട്രാക്ടീനിയം. യൂറോപ്പിൽ പോയി യുറേനിയം U. നെപ്റ്റ്യൂണും പ്ലൂട്ടോ. അപ്പോ നെപ്റ്റ്യൂണിയം, പ്ലൂട്ടോണിയം. അമേരിക്കയിൽ പോയി അമേരിക്കൻ CM, ക്യൂരിയം. ബൈക്കിൽ കയറി ബെർക്കീലിയം. കാലിഫോർണിയൻ പോയി CF, കാലിഫോർണിയം എന്ന് പറഞ്ഞ എലമെന്റ് ആണ് കേട്ടോ. ഐൻസ്റ്റീനിയം. ഫിലിം മേടിക്കാൻ FM, ഫെർമിയം. മേടിക്കാൻ മെൻഡലീവിയം MD. നോബലിന്റെ കൂടെ നൊബലിയൻ. ലോറിയിൽ പോയി, ലോറി എന്ന് പറയുന്നത് എന്താണ്? ലോറൻസിയം. കണ്ടില്ല എന്ത് ഈസി ആയിട്ടാണ് ഈ ഒരു കോഡ് ഒന്ന്, വളരെ ഈസി ആയിട്ടാണ്. തോമസ് പൗലോസും കൂടി യൂറോപ്പിൽ പോയി, നെപ്റ്റ്യൂൺ പ്ലൂട്ടോണും കൂടി അമേരിക്കയിൽ പോയി, CM ബൈക്കിൽ കയറി കാലിഫോർണിയയിൽ പോയി. ഇതൊക്കെ ഇമാജിൻ ചെയ്ത് നോക്കിയേ, അപ്പൊ നിങ്ങൾക്ക് തന്നെ ശരിയുണ്ട്. ഐൻസ്റ്റീൻ ഫിലിം മേടിക്കാൻ നോബലിന്റെ കൂടെ ലോറിയിൽ പോയി. ഇതാണ് ആക്ടിനൈഡ് സീരീസിന്റെ കോഡ്. ഇപ്പൊ ലാന്തനൈഡ് സീരീസിന്റെയും ആക്ടിനൈഡ് സീരീസിന്റെയും കോഡുകൾ നമ്മൾ നോക്കി. ഈ കോഡുകൾ നിങ്ങൾ 1 to 2 ടൈംസ് വായിച്ചതിന് ശേഷം ഇതിലേക്ക് ഒന്ന് പോകുക, ഈ ഒരു ലിസ്റ്റിലേക്ക് പോവാം. ഡെഫിനറ്റ്ലി നിങ്ങൾ ഇത് പഠിച്ചിട്ടുണ്ട്. ദിസ് ഇസ് ഹൗ നിങ്ങളുടെ ലാന്തനൈഡ് സീരീസും ആക്ടിനൈഡ് സീരീസും എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. ഓക്കെ,
ഞാനിത് ഇങ്ങനെയാണ് പഠിച്ചത്. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിക്കാം. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മൾ ജനറൽ ഫോർമുല ഉണ്ട്. ആ ജനറൽ ഫോർമുല ഞാൻ പറഞ്ഞു. n-2 f 1 to 14 n-1 d 0 to 1 ns2. ഇതാണ് നമ്മുടെ ജനറൽ ഫോർമുല. ഈ ജനറൽ ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ ഈ കോൺഫിഗറേഷൻസ് പറയുന്നത്. അപ്പോ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു അൺയൂഷ്വാലിറ്റി ഉണ്ട്. അതായത് 4f നോക്കുമ്പോഴത്തേക്കും ആദ്യം 0 ഉണ്ട്, അതിനുശേഷം ഇവിടെ 4f1 ആണ്. ശരിക്കും അത് തെറ്റാണ്. 4f2 ആണ്. അത് ശരിക്കും പറഞ്ഞാൽ തെറ്റാണ്. 4f1 ആണ് കറക്റ്റ്. ഓക്കെ. പിന്നെ ഉള്ളത് 5d0 6. ഓക്കെ, അത് പ്രശ്നമില്ല. പിന്നെ 4f3 ഉണ്ട്. 4f4 ആണ് അടുത്തത് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ 4f5, 4f6, 4f7 രണ്ട് തവണ ഉണ്ട്. പിന്നെ 4f9, 4f10, 4f11, 12, 13, 14, 14 അങ്ങനെയാണ് പോയിട്ടുള്ളത്. തിരിച്ച് ആക്ടിനൈഡ് സീരീസിൽ വരുമ്പോഴത്തേക്കും 0 രണ്ട് തവണയുണ്ട്. 6d നോക്കണ്ട. 6d 7s 5d 6s ഫസ്റ്റ് നോക്കുക വേണ്ട. ഞാൻ ഈ പറയുന്ന 4fകൾ മാത്രം നോക്കിയാൽ മതി. 4f 5f മാത്രം നോക്കിയാൽ മതി. ആദ്യം രണ്ട് 0, പിന്നെ 2 3 4 6 7 രണ്ട് തവണ ഉണ്ട്. പിന്നെ 9 ആണ് വരുന്നത്. പിന്നെ 10 11 12 13 14 14 അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഇതിനൊരു അൺയൂഷ്വൽ നേച്ചർ ആണ്. ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷന്, ലാന്തനയുടെ സീരീസിലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒരു അൺയൂഷ്വാലിറ്റി ഉണ്ട്. ഇത് കണ്ടപ്പോൾ മനസ്സിലായി. അപ്പൊ ഈ അൺയൂഷ്വാലിറ്റി നമുക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും? അതിനും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ബുക്ക് നമുക്ക് കാണുമ്പോൾ ഈ ചാപ്റ്റർ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് പലരും പഠിക്കാതിരിക്കും. പക്ഷെ ഇതുപോലെ ഞാൻ പറഞ്ഞ ട്രിക്കുകൾ ഫോളോ ചെയ്ത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ 6 to 8 മാർക്സ് എന്ന് പറയുമ്പോൾ ഷുവർ ആണ്, അത് കയ്യിൽ നിൽക്കുന്നതാണ്. അത്ര ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പോൾ ഈ ഒരു അൺയൂഷ്വാലിറ്റി പരിഹരിക്കാനായിട്ട് നമുക്ക് അതിനും മാർഗങ്ങളുണ്ട്, സ്റ്റെപ്സ് ഉണ്ട്. ഓക്കെ, അതെന്ന് പറയുന്നത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ട്രിക്സ് ഫോർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സോ അതിൽ ഫസ്റ്റ് ലാന്തനൈഡിൽ അവോയ്ഡ് 2 and 8 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. F2 F8 നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. എന്നിട്ട് F7 രണ്ട് തവണ എഴുതുക. രണ്ടാമത്തെ തവണ F7 എഴുതുമ്പോൾ ഡിയിൽ ഒരു ഇലക്ട്രോൺ കൊടുക്കുക. ഇത്രേ ഉള്ളൂ. ഓക്കെ. ഇനി ആക്ടിനൈഡിന്റെ കേസ് ആണെങ്കിലും ഈ ലാന്തനൈഡ്സിന് നമ്മൾ Ln എന്നും ആക്ടിനൈഡ്സിനെ A എന്ന് പറഞ്ഞ് ജനറലി റെപ്രസെന്റ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്. കൺഫ്യൂഷൻ വരരുത്. അവോയ്ഡ് 1 5 8. അതായത് F1 F5 F8. ഇത് നമ്മൾ എഴുതാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് എഴുതരുത്. ഇത് എഴുതി കഴിഞ്ഞാൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തെറ്റി. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രോബ്ലംസിലും ഇത് വരുന്നുണ്ട്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരും. അപ്പോ ആൻസർ അവിടെ തെറ്റിക്കഴിഞ്ഞു. അപ്പൊ ഇത് നിങ്ങൾ എഴുതരുത്. ജനറൽ കോൺഫിഗറേഷനിൽ എഴുതരുത്. അയോൺസ് ആയിട്ട് വരുമ്പോൾ നമുക്ക് എഴുതും. പക്ഷെ അല്ലാണ്ട് നോർമൽ അയോൺ അല്ലാത്ത ന്യൂട്രൽ ആയിട്ടുള്ള ആറ്റംസിൽ, ന്യൂട്രൽ ആയിട്ടുള്ള ലാന്തനൈഡ് ആക്ടിനൈഡ്സിൽ ഞാൻ ഈ പറയുന്ന അവോയ്ഡ് എന്ന് പറയുന്ന റൂള് ഫോളോ ചെയ്തിരിക്കണം. അതേസമയം അയോൺസ് വന്നാൽ ഈ റൂള് ബാധകം. നമുക്ക് ഈ റൂള് ഫോളോ ചെയ്തില്ല. അയോൺസിന്റെ കേസിൽ അയോൺസിന്റെ കേസിൽ ദിസ് റൂൾ ഈസ് നോട്ട് ഫോളോ. പിന്നെ ഇവിടെയും F7 2 ടൈംസ് ഉണ്ട് കേട്ടോ. F7 രണ്ട് തവണ ഉണ്ട്. അത് ഒന്ന് സെക്കൻഡ് ടൈം വരുമ്പോൾ D1 കൊടുക്കണം, എങ്കിലേ കറക്റ്റ് ആകത്തുള്ളൂ. കാരണം ഓരോ അറ്റോമിക് നമ്പർ ഓരോന്ന് വെച്ചാൽ അറ്റോമിക് നമ്പർ കൂടി വരികയാണ്. അതനുസരിച്ച് ആ ഓർഡർ അറിയാമെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് ഇത് വെച്ച് എഴുതാൻ പറ്റും. ഈ F2 F8 ഇല്ല. അപ്പൊ അതനുസരിച്ച് ഡിയിൽ ഇലക്ട്രോൺസ് പോകും. ഒരു ഇലക്ട്രോൺ ആണ് പോകുന്നത്. നമ്മുടെ ജനറൽ ഫോർമുല എന്താണ്? n-1 d 0 to 1 ആണ്. അപ്പൊ 1 വരേണ്ട സ്ഥലത്ത് F7 രണ്ടാമത്തെ തവണ വരുമ്പോൾ അവിടെ 1 വരും. ഓക്കെ. പിന്നെ ആക്ടിനൈഡില് F1 F5 F8 വരും.
ഇത് നിങ്ങൾ ഈ ട്രിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഈ കോൺഫിഗറേഷൻ ഈസി. ഇനി ഒന്ന് നോക്കി, ഈ ലാന്തനൈഡിന്റെ ഓർഡർ നമ്മൾ പഠിച്ചു. അത് ഒരു കോഡ് ഉണ്ടായിരുന്നു, സീതേ ബ്രെയിൻസ് നടന്ന പ്രേമനും സോമനും, ആ ഒരു കോഡ് നമ്മൾ പഠിച്ചു. അതിനുശേഷം കോൺഫിഗറേഷനും ഒരു കോഡ് പറഞ്ഞു. അപ്പൊ ഇത് എളുപ്പമായിട്ട് ഇത് പഠിക്കാൻ പറ്റും. അതേപോലെ ആക്ടിനൈഡ് സീരീസിനാണെങ്കിൽ തോമസും പൗലോസും കൂടി യൂറോപ്പിൽ പോയി, നെപ്റ്റ്യൂണും പ്ലൂട്ടോണും കൂടി അമേരിക്കയിൽ പോയി, സിയൻ ബൈക്കിൽ കയറി കാലിഫോർണിയയിൽ പോയി, ഐൻസ്റ്റൈൻ ഫിലിം മേടിക്കാൻ നോബലിന്റെ കൂടെ ലോറിയയിൽ പോയി. അപ്പോ അങ്ങനെയുള്ള ഒരു കോഡ് പഠിച്ചു കഴിഞ്ഞാൽ ആ കോഡിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഓരോ എലമെന്റ്സും കിട്ടും. ഓക്കെ, ഒരു 2-3 ടൈംസ് അത് പഠിച്ചു കഴിഞ്ഞാൽ, അത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോർമലി ഓട്ടോമാറ്റിക്കലി അത് വരും. ഓക്കെ, പിന്നെ ഈ കോൺഫിഗറേഷൻ 1, 5, 8 അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ കോൺഫിഗറേഷൻ തനിയൊന്ന് ഇത്രയും നേരം ക്ലാസ് കേട്ടിരുന്നിട്ട് നിങ്ങൾക്ക് സ്വയം ഇത് എഴുതാൻ പറ്റും. വീഡിയോ പോസ് ചെയ്തിട്ടോ ഒന്ന് എഴുതി നോക്കിയാൽ കറക്റ്റ് ആയിരിക്കും. ഇതുപോലെ തന്നെ ആയിരിക്കും നിങ്ങൾ എഴുതുന്നത്, ഞാൻ ഷുവർ ആയിട്ട് പറയുന്നു. ഓക്കെ, വേറെ പ്രത്യേകിച്ച് പറയാനില്ല. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇത്രയാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ച് നമുക്ക് മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാനുണ്ട്, ടേം സിമ്പൽ എഴുതാനുണ്ട്. ടേം സിമ്പൽ നമ്മൾ ക്രിസ്റ്റൽ സ്പെക്ട്രോസ്കോപ്പിയിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അതേ ടേം സിമ്പൽ ഇവിടെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയാതെ നമുക്ക് ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത്. ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ ഈ ഒരു അൺയൂഷ്വൽ വരാനുള്ള റീസൺ എന്ന് പറയുന്നത് F7 F14 സ്റ്റെബിലിറ്റിയാണ്. ഓക്കെ, അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഈ ഒരു അൺയൂഷ്വൽ വരാനുള്ള റീസൺ എന്ന് പറയുന്നത് F7 F14 സ്റ്റെബിലിറ്റിയാണ്. സെയിം കേസ് തന്നെയാണ് നമുക്ക് ഡി ബ്ലോക്കിലും വരുന്നത്. അവിടെ D5 D10 സ്റ്റെബിലിറ്റി കാരണം അവിടെ ചെറിയൊരു അൺയൂഷ്വാലിറ്റി ഉണ്ട് അല്ലെ. 3D4 വരാറുണ്ടോ? ഇല്ല. 3D5 4s1 ആണ് നമ്മൾ പറയുന്നത് അല്ലെ. അതേപോലെ 3D9 വരാറുണ്ടോ? ഇല്ല. 3D10 4s1 ആണ് പറയുന്നത്. സെയിം കേസ് തന്നെയാണ് വരുന്നത്, വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ കുറച്ച് ട്രിക്കൊക്കെ വെച്ച് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതുകൊണ്ട് പറഞ്ഞു തന്നെ. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാഗ്നറ്റിക് മൊമെന്റ്സ് ആണ്. സോ നമുക്കറിയാം, നമ്മൾ കോർഡിനേഷൻ കെമിസ്ട്രിയിലൊക്കെ മാഗ്നറ്റിക് മൊമെന്റ്സ് പഠിച്ചിട്ടുണ്ട്. കൂടുതലായിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല, സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. This magnetic moment is due to the presence of unpaired electrons. Unpaired electron present ആണെങ്കിൽ നമുക്ക് അവിടെ എന്തുണ്ടായിരിക്കും? മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ടായിരിക്കും. നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ കോർഡിനേഷൻ കെമിസ്ട്രിയിലെ മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാനായിട്ട് ഇക്വേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് S is equal to root of n into n+2. ഇതിന് നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട് സ്പിൻ ഓൺലി ഫോം. Why this formula is called spin only formula? അറിയോ? എന്താന്ന് വെച്ചാൽ ഈ ട്രാൻസിഷൻ എലമെന്റ്സിന്റെ കേസിൽ അവിടെ ഓർബിറ്റൽ മോഷൻ എന്ന് പറയുന്നത് ക്വെഞ്ച് ചെയ്യും. അതായത് നമ്മുടെ എലമെന്റ്സിൽ അൺപെയ്ഡ് ഇലക്ട്രോണ് പ്രസന്റ് ആയിട്ടാണെങ്കിൽ ഈ ഇലക്ട്രോൺസ് 2 മോഷനാണ് കാണിക്കുന്നത്. ഒന്ന് ഓർബിറ്റൽ മോഷനും മറ്റൊന്ന് സ്പിൻ മോഷനും. ട്രാൻസിഷൻ എലമെന്റ്സിന്റെ കേസിൽ ഈ ഓർബിറ്റൽ മോഷൻ എന്ന് പറയുന്നത് നെഗ്ലക്ട് ചെയ്യപ്പെടും, ക്വെഞ്ച് ചെയ്യപ്പെടും. അതിന്റെ കൂടുതൽ റീസൺസ് ഒക്കെ നിങ്ങൾ കോർഡിനേഷൻ കെമിസ്ട്രിയിൽ പഠിക്കുന്നതാണ്. നമുക്കിവിടെ അത് വരുന്നില്ല, അതുകൊണ്ട് ഞാൻ അതിനെ പറ്റി കൂടുതൽ പറയുന്നില്ല. സ്പിൻ മോഷൻ മാത്രമേ വരുന്നുള്ളൂ, അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇൻ ട്രാൻസിഷൻ എലമെന്റ്സ്. അതുകൊണ്ടാണ് നമ്മൾ സ്പിൻ ഒൺലി ഫോർമുല പറയുന്നത്. ഓക്കെ, ഇതാണ് ജനറൽ ഫോർമുല. പക്ഷെ ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് എഫ് ഓർബിറ്റൽസ് പ്രസന്റ് ആണ് അല്ലെ. എഫ് ഓർബിറ്റൽസ് പ്രസന്റ് ആണ്. ഈ എഫ് ഓർബിറ്റൽസിന്റെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഷീൽഡിംഗ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ഈ ഷീൽഡിംഗ് എഫക്റ്റ് നോക്കുമ്പോൾ ഈ ഓരോ സബ്ഷെല്ലിനും ഷീൽഡിംഗ് എഫക്റ്റ് നോക്കുമ്പോഴത്തേക്കും S ഗ്രേറ്റർ ദാൻ P ഗ്രേറ്റർ ദാൻ D ഗ്രേറ്റർ F. ഇതാണ് നമ്മുടെ ഷീൽഡിംഗ് എഫക്റ്റിന്റെ ഓർഡർ എന്ന് പറയുന്നത്. അപ്പോ ഈ എഫ് സബ്ഷെൽ എന്ന് പറയുന്നത് പുവർ ഷീൽഡിംഗ് ആണ്. പുവർ ഷീൽഡിംഗ് ആണ്. ഓക്കെ, അപ്പോ ഈ പുവർ ഷീൽഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഓർബിറ്റൽ മോഷനും സ്പിൻ മോഷനും കൺസിഡർ ചെയ്യപ്പെടും. എഫ് ഓർബിറ്റൽസിലെ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ആ ഇലക്ട്രോൺസ് അൺപെയർഡ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ
ആ ഇലക്ട്രോൺസിന് എന്ത് കണ്ടീഷൻസ് ആപ്ലിക്കബിൾ ആണ്? ഓർബിറ്റൽ മോഷന്റെ കണ്ടീഷനും ആപ്ലിക്കബിൾ ആണ്. അതേപോലെ സ്പിൻ മോഷന്റെ കണ്ടീഷനും ആപ്ലിക്കബിൾ ആണ്. സോ അതിന്റെ ഫലമായിട്ട് ഇവരുടെ മാഗ്നറ്റിക് മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ മിക്സ്ചർ ഓഫ് ഓർബിറ്റൽ മോഷൻ ആൻഡ് സ്പിൻ മോഷൻ, അഥവാ ഇറ്റ് ഇസ് എ മിക്സ്ചർ ഓഫ് ബോത്ത് ഓർബിറ്റൽ ആൻഡ് സ്പിൻ കോൺട്രിബ്യൂഷൻ. സോ നമുക്ക് ഇക്വേഷൻ ഒന്ന് പറയാം. mu s plus l, okay, g root of j into j plus 1. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ എല്ലാവരും ഈ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് പോവാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇതാണ് ഇതിന്റെ ജനറൽ ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് ഓഫ് മാഗ്നറ്റിക് മൂവ്മെന്റ് ഓഫ് ഇന്നർ ട്രാൻസിഷൻ എലിമെന്റ്സ്. ആൻഡ് യൂണിറ്റ് സെയിം. മറ്റേതിന്റെ യൂണിറ്റ് എന്താ? സ്പിന്നോളി ഫോർമുലയിൽ നമ്മൾ മാഗ്നറ്റിക് മൂവ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന യൂണിറ്റ് എന്താ? ബോർ മാഗ്നറ്റും. അത് തന്നെ കിട്ടി, ബോർ മാഗ്നറ്റും which is represented by E. ഇനി ഈ ഓരോ ടേംസും എന്താണെന്ന് നോക്കാം. G is Landes splitting factor. ഈ ലാൻഡേസ് സ്പ്ലിറ്റിംഗ് ഫാക്ടറിന്റെ കൂടുതൽ കാര്യങ്ങൾ ഇനോർഗാനിക് സ്പെക്ട്രോസ്കോപ്പിയില് ESR വരുമ്പോൾ നിങ്ങൾ പഠിക്കാം. ഓക്കെ, അവിടെയാണ് ഇത് കൂടുതൽ. ജെ എന്ന് പറയുന്നത് നമുക്കറിയാം, ടേം സിമ്പൽ പഠിച്ചിട്ടുള്ളവർക്കറിയാം. ടോട്ടൽ ആംഗുലർ മൊമെന്റം ക്വാണ്ടം. അപ്പൊ എന്താണ് ജെ? എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? രണ്ട് ഇക്വേഷൻ ആണ് അല്ലെ. ജെ ഇസ് ഈക്വൽ ടു എൽ മൈനസ് എസ്, ജെ ഇസ് ഈക്വൽ ടു എൽ പ്ലസ് എസ്. കാരണം ഇറ്റ് ഇസ് എ മിക്സ്ചർ ഓഫ് ഓർബിറ്റൽ ആൻഡ് സ്പിൻ മോഷൻ. അതുകൊണ്ടാണ് ജെ വാല്യൂ. ജെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഓർബിറ്റലും ഇത് സ്പിന്നും. അപ്പോ ജെ ഈക്വൽ ടു എൽ മൈനസ് എസ് എന്ന് പറയുന്നത് എവിടെയാണ്? ലെസ് ദാൻ ഹാഫ് ഫിൽഡ്. ഇതോ മോർ ദാൻ ഹാഫ് ഫിൽഡ്. ഓക്കെ, അപ്പോ ജെ എന്ന് പറയുന്നത് ലാൻഡേജ് സ്പ്ലിറ്റിംഗ് ഫാക്ടർ ആണ്. ജെ എന്ന് പറയുന്നത് എൽ മൈനസ് എസ് അല്ലെങ്കിൽ എൽ പ്ലസ് എസ് ആണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. കണ്ടോ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് എഴുതാൻ പറ്റൂ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയണമെങ്കിൽ എലമെന്റ്സിന്റെ ഓർഡർ അറിയണം. അപ്പോൾ എങ്കിൽ മാത്രമേ നമുക്ക് ഈ മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാൻ പറ്റൂ. ഇത്രയാണ് ഇത് വരുന്നത്. പിന്നെ ജി കണ്ടുപിടിക്കാനായിട്ട് ഇക്വേഷൻ ഉണ്ട്. ജി എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ തരില്ല. ഹാവ് ടു ഫൈൻഡ് ഔട്ട് 3/2 പ്ലസ് s into s plus 1 minus l into l plus 1 divided by 2j into j plus 1. ഇതാണ് ലാൻഡേജ് സ്പ്ലിറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. 3/2 plus s into s plus 1 minus l into l plus 1 by 2j into j plus 1. ഈ എല്ലും എസും ജെയും അതുപോലെ ജിയും ഇതിനെല്ലാത്തിനും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിന്റെ ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. മാഗ്നറ്റിക് മൂവ്മെന്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ജി റൂട്ട് ഓഫ് ജെ ഇൻറ്റു ജെ പ്ലസ് 1. ജെ ഇൻറ്റു ജെ പ്ലസ് 1 ആണ് റൂട്ടിന്റെ അകത്ത്. യൂണിറ്റ് ബോർ മാഗ്നറ്റോൺ. ജി എന്ന് പറയുന്നത് ലാൻഡേജ് സ്പ്ലിറ്റിംഗ് ഫാക്ടർ. ജെ എന്ന് പറയുന്നത് ടോട്ടൽ ആംഗുലർ മൊമെന്റം ക്വാണ്ടം നമ്പർ. ജെ നമുക്ക് രണ്ട് ഫോർമുലയാണ് പറയുന്നത്. ഒന്ന് എൽ മൈനസ് എസ്, വേറൊന്ന് എൽ പ്ലസ് എസ്. എൽ മൈനസ് എസ് എന്ന് പറയുമ്പോൾ ലെസ് ദാൻ ഹാഫിന്റെ കോൺഫിഗറേഷൻ ആണ്. നമുക്ക് അവിടെ എൽ മൈനസ് എസ് യൂസ് ചെയ്യാം. എൽ പ്ലസ് എസ് ആകുമ്പോൾ മോർ ദാൻ ഹാഫ് ഫീൽഡിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മോർ ദാൻ. അപ്പോ ഒരു ക്വസ്റ്റ്യൻ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവും. ഹാഫ് ഫീൽഡ് കോൺഫിഗറേഷൻ വരും. ഹാഫ് ഫീൽഡിൽ എന്തുണ്ട്? അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ. 7 അൺപെയർഡ് ഇലക്ട്രോൺസ് ഹാഫ് ഫീൽഡിലും ഉണ്ട് അല്ലെ. ഗഡോലിനിയം ആണ് നമ്മുടെ ഹാഫ് ഫീൽഡിൽ വരുന്നത്. അതെന്തെങ്കിലും ആട്ടെ, ഗഡോലിനിയം മാത്രമല്ല യൂറോപ്പിലും വരുന്നുണ്ട്. ഗഡോലിനിയം ആണ് നമ്മൾ മെയിൻ ആയിട്ട് 7 അൺപെയർഡ് ഇലക്ട്രോൺസിൽ പറയുന്നത്. GD3+. GD എന്ന് പറയുമ്പോൾ 4f7 5d1 6s2. ഓക്കെ, അപ്പൊ GD3+ എന്ന് പറയുമ്പോൾ 4f7 ആണ്. അൺപെയർഡ് ഇലക്ട്രോൺസ് എത്രയാണ്? 7 അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ്. അപ്പൊ മോർ ദാൻ ഹാഫ് ഫിൽഡും പറഞ്ഞു, ലെസ് ദാൻ ഹാഫ് ഫിൽഡും പറഞ്ഞു. അപ്പോ ഹാഫ് ഫിൽഡ് വരുമ്പോൾ നമ്മൾ എന്തായിരിക്കും ജെയുടെ വാല്യൂ എങ്ങനെ എടുക്കും എന്നുള്ളതാണ് പലരുടെയും കൺഫ്യൂഷൻ. പക്ഷെ ഇവിടുത്തെ കേസിൽ
ഹാഫ് ഫിൽഡ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് സ്പിൻ ഓൺലി ഫോർമുല. ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്തത്. റൂട്ട് ഓഫ് n into n plus 2. ഇതൊരു എക്സെപ്ഷണൽ കേസ് ആണ്, ഇന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇതൊരു എക്സെപ്ഷണൽ കേസ് ആണ്. ഹാഫ് ഫിൽഡ് വരുമ്പോഴത്തേക്കും സ്പിന്നോളി ഫോർമുലയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അല്ലാതെ മോർ ദാൻ ഹാഫ് ഫിൽഡ് ലെസ് ദാൻ ഹാഫ് ഫിൽഡ് വരുമ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ആണ്. ഇതാണ് ഇതിന്റെ പാറ്റേൺ. ജി റൂട്ട് ഓഫ് ജെ ഇൻറ്റു ജെ പ്ലസ് ആണ് ഇക്വേഷൻ. ഇത്രയാണ് ജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ബൈ ഹാർട്ട് ചെയ്യുക. 3/2 പ്ലസ് എസ് ഇൻറ്റു എസ് പ്ലസ് 1 മൈനസ് ആണ് അവിടെ വരുന്നത്. ആദ്യം പ്ലസ് 3/2 കഴിഞ്ഞിട്ട് പ്ലസ്, പിന്നെ എസ് ഇൻറ്റു എസ് പ്ലസ് 1 കഴിഞ്ഞ് മൈനസ്, പിന്നെ എൽ ഇൻറ്റു എൽ പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ 2j ഇൻറ്റു ജെ പ്ലസ്. ഓക്കെ, ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇത്രയും നമ്മൾ പഠിച്ചത് വെച്ചിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. സോ ഇത് 2023 ജൂണില് CSIR ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞിട്ട് ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അതിന്റെ ഓപ്ഷൻസ് ആണ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ചെക്ക് ഓപ്ഷൻസ്. ഫസ്റ്റ് നമ്മൾ വായിച്ച് മനസ്സിലാക്കണം, എന്നിട്ട് ഓപ്ഷൻസ് ചെക്ക് ചെയ്യും. ഓപ്ഷൻസ് ചെക്ക് ചെയ്തിട്ട് എലിമിനേറ്റ് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ, ഏതെങ്കിലും ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമുക്ക് ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു മെത്തേഡ് പറഞ്ഞിരുന്നത്. ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യണം. അപ്പൊ ഏതെങ്കിലും ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു മെത്തേഡ്. ഇങ്ങനെയാണ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതെന്നുള്ള രീതിയാണ്. ഓപ്ഷൻസ് ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കുക, ഓപ്ഷൻസ് ചെക്ക് ചെയ്യുക, ഏതെങ്കിലും ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇനി അതെങ്ങനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, നമുക്ക് തന്നിരിക്കുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റ് ടേം സിംബൽ ഓഫ് ഗ്രൗണ്ട് സ്റ്റേറ്റ് ടേം സിംബൽ ആൻഡ് കാൽക്കുലേറ്റഡ് മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് d/3 പ്ലസ്. d/3 പ്ലസ് എന്ന് പറയുമ്പോൾ ഡിസ്ട്രോബിയം ആണ്. ഡിസ്ട്രോബിയം. അപ്പോ നമ്മുടെ കോൺഫിഗറേഷൻ നമുക്ക് നോക്കാം. ഇവിടെയാണ് വരുന്നത്, ഡിസെൻട്രി ഇവിടെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും ഏതാണ് കോൺഫിഗറേഷൻ എന്ന്. ഞാൻ കാണിച്ചു തരാം. 4f10 5d0 6s2. ഇവിടെ വരുന്നത് 4f10 5d0 6s2. സീതയെ പ്രേമിച്ച് നടന്ന പ്രേമിച്ച് സോങ് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് മനസ്സിൽ പറഞ്ഞിട്ട് അത് എവിടെയാണ് വരുന്നത്, പിന്നെ ആ കോൺഫിഗറേഷൻ നോക്കുക. 4f10 5d0 6s2 ബൈ ഹാർട്ട് ചെയ്യേണ്ട കോൺഫിഗറേഷൻ ഓർഡർ. ഡിസ്ട്രോബിയം 3 പ്ലസ് എന്ന് പറയുമ്പോൾ 4f 3 ഇലക്ട്രോൺസ് നോക്കുക 4f9 അല്ലെ. ഇനി ഫസ്റ്റ് നമ്മൾ ടേം സിമ്പിൾ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ 4f9 ആണ് നമ്മുടെ കോൺഫിഗറേഷൻ. അപ്പോ ഫസ്റ്റ് ഒന്ന് കോൺഫിഗറേഷൻ നമുക്കൊന്ന് വരയ്ക്കാം. ടേം സിമ്പിൾ പറയുന്നതിന് മുമ്പ് നമുക്കൊരു ഓപ്ഷൻ എലിമിനേഷന്റെ ഒരു കാര്യം. 4 5 6 7 ക്യാപിറ്റൽസ് വേണം. 4 5 7 1 2 3 4 5 6 7 8 9. 9 ഇലക്ട്രോൺസ് ഫിൽ ചെയ്തു. എത്ര അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്? 5 അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്. സ്പിൻ ഓൺലി ഫോർമുല ആണെങ്കിൽ നമുക്ക് ഈ 5.91 പറയാൻ വേണം അല്ലെ. നിങ്ങൾ അങ്ങനെയല്ലേ പറയുന്നത്? 5.91 നമുക്ക് സ്പിൻ 5 അൺപെയ്ഡ് ഇലക്ട്രോൺസ് വരുമ്പോൾ സ്പിൻ ഓൺലി ഫോർമുലയാണ്. 5 സ്റ്റാർട്ട്, എത്ര അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട് അങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടായിരിക്കും നമ്മുടെ മാഗ്നറ്റിക് മൂവ്മെന്റ് ആൻസർ വരുന്നത്. അങ്ങനെ ചെറിയൊരു ട്രിക്ക് നമുക്ക് അവിടെ കോർഡിനേഷൻ കെമിസ്ട്രിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്പിൻ ഓൺലി ഫോർമുല ആണെങ്കിൽ നമുക്ക് അത് പറയാം. അപ്പോ എ അല്ലെങ്കിൽ ഡി എന്ന് നമുക്ക് പറയാം. പക്ഷേ നമ്മളോട് ഇവിടെ നമുക്ക് തന്നിക്കുന്ന എലമെന്റ് ഏതാണ്? ഇന്നർ ട്രാൻസിഷൻ എലമെന്റ് ആണ്. ഗഡോലിനിയം ആയിരുന്നെങ്കിൽ നമുക്ക് സ്പിൻ ഓൺലി ഫോർമുല യൂസ് ചെയ്യാം. പക്ഷെ നമുക്ക് തന്നിരിക്കുന്നത് എന്താ? ഡിസ്ട്രോബിയം ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഈ 5.91 എന്ന് പറയുന്ന ആൻസർ വരില്ല. ഒറ്റയടിക്ക് നമുക്ക് അതിന് ക്യാൻസൽ ചെയ്യും. കാരണം സ്പിൻ മോഷനും ഓർബിറ്റൽ മോഷനും ഉണ്ട്. അപ്പൊ നമുക്ക് എയും ഡിയും ക്യാൻസൽ ചെയ്യും. ഓക്കെ, എയും ഡിയും ക്യാൻസൽ ചെയ്താൽ ബാക്കി നമുക്ക് ഏതാണ്? ഡിയും സിയും ആണ്. അപ്പൊ ഇതിൽ നമുക്ക് ടേം സിമ്പിൾ നോക്കണം. 6h. ഓക്കെ, ഇവിടെയും 6h. പിന്നെ ഒരു 15/2, ഒരു 5/2 ഉണ്ട്. പിന്നെ 10.65, 6.2. ഓർബിറ്റൽ കോൺട്രിബ്യൂഷൻ കൂടി ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്പിൻ ഓൺലി ഫോർമുലയേക്കാളും കുറച്ച് കൂടുതലായിരിക്കും.
കാൽക്കുലേറ്റഡ് മാഗ്നറ്റിക് മൊമെന്റ് സ്പിന്നോളി ഫോർമുല യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആയിരിക്കില്ല, അതിനേക്കാളും കൂടുതലായിരിക്കും നമ്മൾ ഈ ഒരു എസ് പ്ലസ് എൽ വെച്ചിട്ട് ജി റൂട്ട് ഓഫ് ജെ ഇൻറ്റു ജെ പ്ലസ് വൺ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. വാല്യൂസിൽ ഒരു ഇൻക്രീസ് ഉണ്ട്, കാരണം ഓർബിറ്റൽ മോഷൻ ആഡ് ചെയ്തുകൊണ്ടാണ്. മറ്റേ സ്പിൻ മോഷൻ മാത്രമേ ഉള്ളൂ. സ്പിൻ മോഷൻ മാത്രം വരുമ്പോൾ വാല്യൂ കുറവാണ്. അതിന്റെ കൂടെ ഓർബിറ്റൽ മോഷൻ കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മാഗ്നറ്റിക് മൂവ്മെന്റ് വാല്യൂ കൂടുതൽ. നമുക്ക് മാഗ്നറ്റിക് മൂവ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. മൂവ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്തത് നമ്മുടെ ആൻസർ ആണ്. അപ്പൊ ആദ്യം മാഗ്നറ്റിക് മൂവ്മെന്റ് നോക്കാം, അതിനുശേഷം നമുക്ക് ടേം സിമ്പലിലേക്ക് വരാം. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് മൂവ്മെന്റ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ നമുക്ക് എൽ ഇവിടെ +3 +2 +1 0 -1 -2 -3. ഓക്കെ, അപ്പോ നമ്മുടെ ഇക്വേഷൻ ജി കണ്ടുപിടിക്കണം. ജി എന്ന് പറയുന്നത് 3/2 പ്ലസ് എസ് ഇൻറ്റു എസ് പ്ലസ് 1 മൈനസ് എൽ ഇൻറ്റു എൽ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2j ഇൻറ്റു ജെ പ്ലസ് 1. നമുക്ക് എസിന്റെ വാല്യൂ വേണം, എല്ലിന്റെ വാല്യൂ വേണം, ജെയുടെ വാല്യൂ. ഇത് മൂന്നും ഉണ്ടെങ്കിൽ നമുക്ക് ടേം സിമ്പൽ ഞാൻ അടുത്ത ഇതിന് പറഞ്ഞുതരാം. അപ്പോ ഇനി എസ് കണ്ടുപിടിക്കണം. എസ് എത്രയായിരിക്കും? എത്ര അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്? 1 2 3 4 5. അപ്പോൾ എസിന്റെ വാല്യൂ എന്ന് പറയുന്നത് 5 ഇൻറ്റു 1/2. എത്ര അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട് അത് ബൈ 2 ചെയ്താൽ മതി, അത് ഇൻറ്റു 1/2 ചെയ്താൽ മതി. ഇനി എല്ലിന്റെ വാല്യൂ എത്രയാണ്? ഇവിടെ 2 ഇലക്ട്രോൺസ് ആണ്, +3 +3 2 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോ 6 പ്ലസ് ഇവിടെ നമുക്ക് 2 ഇലക്ട്രോൺസ് ഉണ്ട്, +2ന്റെ അവിടെ 2 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോ +2 +2 അപ്പൊ എത്രയാണ്? 4. then +1 then +0 -1 -2 -3. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എൽ എന്ന് പറയുന്നത് 5 എന്ന് കിട്ടും. ഓക്കെ, എൽ 5 എന്ന് കിട്ടി, എസ് 5/2 എന്ന് കിട്ടി. അപ്പൊ ഇനി ജെ വാല്യൂ കണ്ടുപിടിക്കും അല്ലെ. ഇപ്പൊ ജെ എത്രയായിരിക്കും? എൽ പ്ലസ് എസ് എടുക്കോ എൽ മൈനസ് എസ് എടുക്കോ? ഇവിടെ നമുക്ക് F9 ആണ്. F9 എന്ന് പറയുമ്പോൾ മോർ ദാൻ ഹാഫ് ഫിൽഡ്. F7 ആണ് ഹാഫ് ഫിൽഡ്. F9 എന്ന് പറയുമ്പോൾ മോർ ദാൻ ഹാഫ് ഫിൽഡ് ആണ്. നമുക്ക് എൽ പ്ലസ് എസ് എടുക്കാം. അതായത് 5 + 5/2. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്നുള്ളത് 15/2 ആണ്. ഓക്കെ, അപ്പോ ഇനി നമുക്ക് മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാം. ഇതിന് മുന്നേ ഓക്കെ, ജി കണ്ടുപിടിക്കണം. ജി കണ്ടുപിടിച്ചാലും മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കും. ഈ വാല്യൂസ് എല്ലാം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 3/2 പ്ലസ് എസ് ഇൻറ്റു എസ് പ്ലസ് 1 5/2 ഇൻറ്റു 5/2 പ്ലസ് 1 മൈനസ് 5 ഇൻറ്റു 5 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 15/2 ഇൻറ്റു 15/2 പ്ലസ് 1. ഇത് കാൽക്കുലേറ്ററിന്റെ സഹായത്തോടു കൂടി സോൾവ് ചെയ്യണം. 3/2 പ്ലസ് 5/2 ഇൻറ്റു 7/2 മൈനസ് 5 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 15/2 ഇൻറ്റു 17/2. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്കൊരു 1.33 എന്ന് പറഞ്ഞ് കിട്ടും. ചെയ്ത് നോക്കുക, കാൽക്കുലേറ്ററിന്റെ ഹെൽപ്പോടുകൂടി ചെയ്ത് നോക്കുക. 1.33 എന്ന് കിട്ടും. ഇനി മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാം. mu is equal to g root of j into j plus 1. 1.33 root of j യുടെ വാല്യൂ എത്രയാ? 15/2 into 17/2. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 10.65. ഇത് നിങ്ങൾ കാൽക്കുലേറ്ററിന്റെ ഹെൽപ്പോടുകൂടി സോൾവ് ചെയ്യുക. 10.65 ആണ് കിട്ടുന്നത്. കണ്ടില്ലേ? സോ ഇതാണ് നമ്മുടെ ഓപ്ഷൻ ബി ഇസ് ദ ആൻസർ. ടേം സിമ്പൽ കണ്ടുപിടിക്കാതെ നമ്മൾ മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ടേം സിമ്പൽ എങ്ങനെ കണ്ടുപിടിക്കാന്നാണ് നോക്കാം. എസ് ഉണ്ട്, ജെ ഉണ്ട്, എൽ ഉണ്ട്. നമുക്ക് ടേം സിമ്പൽ നോക്കാം. ഫിസിക്കൽ സ്പെക്ട്രോസ്കോപ്പിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ സോ ടേം സിമ്പൽ ഈസ് റെപ്രസെന്റഡ് ബൈ ജനറൽ റെപ്രസെന്റേഷൻ ഇതാണ് 2s + 1 L J. ഓക്കെ, 2s + 1 എന്ന് പറയുന്നത് സ്പിൻ മൾട്ടിപ്ലിസിറ്റി ആണ്. നിങ്ങളെ എസ് നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. എസ് കണ്ടുപിടിച്ചിട്ട് ആ എസ്സിൽ
ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് +1 ചെയ്യണം. അത് നമ്മൾ സൂപ്പർസ്ക്രിപ്റ്റ് ആയിട്ട് എഴുതുന്നുണ്ട്, ജെ സബ്സ്ക്രിപ്റ്റ് ആയിട്ടാണ് എഴുതുന്നത്. എല്ല് നമ്മൾ ഫിക്സ്ഡ് പൊസിഷനിൽ വെച്ചിട്ടാണ്. ഇനി ഈ എല്ലിന്റെ വാല്യൂ, എൽ എന്ന് പറയുന്നതാണ് നമ്മുടെ ടേം. ഓക്കെ, അപ്പൊ ഈ ഇതെന്താണെന്ന് അറിയാലോ, ടോട്ടൽ ആംഗുലാർ മൊമെന്റം ക്വാണ്ടം നമ്പർ ആണ് ജെ. ഈ എല്ലിന്റെ വാല്യൂ അനുസരിച്ച് ടേം മാറും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. എൽ ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് എസ് ടേം, എൽ ഈക്വൽ ടു 1 എന്ന് പറയുന്നത് പി ടേം, എൽ ഈക്വൽ ടു 2 എന്ന് പറയുന്നത് ടി, എൽ ഈക്വൽ ടു 3 എന്ന് പറയുന്നത് എഫ്, എൽ ഈക്വൽ ടു 4 ജി, എൽ ഈക്വൽ ടു 5 എന്ന് പറയുന്നത് എച്ച്, എൽ ഈക്വൽ ടു 6 എന്ന് പറയുന്നത് ഐ. ഈ 6 വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിച്ചു വെക്കാം. അപ്പൊ ഇവിടെ നമുക്ക് എല്ലിന്റെ വാല്യൂ അറിയാം, എത്രയാണ്? എച്ച് 5 ആണ്. സോ 5 എന്ന് പറയുമ്പോഴത്തേക്കും എച്ച് ആണ് നമ്മുടെ എച്ച് ആണ് നമ്മുടെ ടേം. 2s + 1, 2 into 5/2 + 1, 5 + 1 6. ജെ എത്രയായിരുന്നു? എൽ പ്ലസ് എസ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്, 15/2. ഇതാണ് ഇതിന്റെ ടേംസ് എന്ന് നമുക്ക് പറയുന്നത്. ഓക്കെ, 2 into 5/2 + 6. അപ്പൊ നോക്കി കറക്റ്റ് ആയ 6h 15/2. എല്ലാവർക്കും ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. മനസ്സിലായില്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്നും കൂടി നോക്കിയാൽ ആൻസർ ആൻസർ എങ്ങനെ ചെയ്യുന്നു നന്നായിട്ട് മനസ്സിലാവും. ഫസ്റ്റ് നമ്മൾ മാഗ്നറ്റിക് മൊമെന്റ് എങ്ങനെയാണ് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യേണ്ടതെന്നാണ് ഫസ്റ്റ് നോക്കിയെടുത്തത്. അപ്പോൾ അത് നമ്മൾ നോക്കി അതിനുശേഷം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചിട്ട് കണ്ടുപിടിച്ചു. എസ് എൽ ജി ഇത് 3 കണ്ടുപിടിച്ചിട്ട് ജി വാല്യൂ കണ്ടുപിടിച്ചു. ജി വാല്യൂവിന് ശേഷം മാഗ്നറ്റിക് മൊമെന്റ് ഇക്വേഷൻ വെച്ചിട്ട് മാഗ്നറ്റിക് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് 10.6 അപ്പൊ തന്നെ ഒറ്റയടിക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. പക്ഷെ നമ്മൾ ടേം സിമ്പൽ കൂടി പഠിക്കണം. അപ്പൊ അതെങ്ങനെയാണ്? 2s + 1 എൽ ജെ ഉണ്ട്. ജനറൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ എൽ ഉണ്ട്, ജെ ഉണ്ട്, എസ് ഉണ്ട്. അപ്പൊ 2s + 1 കണ്ടുപിടിക്കാം. എന്നിട്ട് എല്ലിന്റെ വാല്യൂ മാറുന്ന അനുസരിച്ച് നമുക്ക് ടേം മാറും. എസ് പി ഡി എഫ് ജി എച്ച് ഐ എന്ന് പറഞ്ഞിട്ട് ടേം മാറും. അപ്പൊ ഇതൊന്ന് ബൈഹാർട്ട് ചെയ്ത് എൽ ഈക്വൽ ടു 0 ഈ ഒരു കാര്യം ബൈഹാർട്ട് ചെയ്ത് വെക്കാം. എൽ ഈക്വൽ ടു 6 വരെ എന്തായാലും പഠിച്ചിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ, ഇത് ഡിസംബർ 2024 ചോദിച്ചു ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് എപ്പോഴും വരാറുണ്ട്. എല്ലാ എക്സാമിനും ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോ ഇവിടെ നമുക്ക് ഗ്രൗണ്ട് ടേം ഉണ്ട്. ഗ്രൗണ്ട് ടേം കണ്ടുപിടിക്കണം, ലാൻഡ് ഫാക്ടർ കണ്ടുപിടിക്കണം, കാൽക്കുലേറ്റഡ് മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കണം, പ്രാസോഡിമിയം 3+ ആണ് ചോദിച്ചത്. അപ്പോ സീറിയം, പ്രാസോഡിമിയം അല്ലെ. അപ്പൊ പ്രാസോഡിമിയം എന്ന് പറയുമ്പോൾ എന്താണ്? സീതയെ പ്രേമിച്ചു, അവിടുത്തെ പി ആർ ആണ് വന്നിരിക്കുന്നത്. 4f പറഞ്ഞേ 4f 3. എന്തായാലും നമുക്ക് നോക്കാം, സംശയം ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോവാം. 4f3 5d0 6s2 5d0 6s2. പ്രാസോഡിമിയം 3+ എന്ന് പറയുമ്പോൾ 4f2 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ടേംസ് നമ്മൾ ഇക്വേഷൻ നോക്കണം, ഓപ്ഷൻസ് നോക്കാം. ആദ്യത്തില് 3h4 പിന്നെ 5i4 5i4. അപ്പോ ടേം സിമ്പൽ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നമുക്ക് 2 ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യുകയും ചെയ്യാം. നമുക്ക് പിന്നെ മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാൻ പറ്റും. 4 മാർക്സിന് CSR ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, ഇത് 4 മാർക്സിന് ചോദിച്ച ക്വസ്റ്റ്യൻ. അപ്പൊ 4f2 ആണ്. നമുക്ക് ടേം സിമ്പൽ കണ്ടുപിടിക്കാം. 2 5 6 +3 +2. അപ്പൊ എല്ലിന്റെ വാല്യൂ എന്താണ്? 5 ആണ്. 3 + 2 5. 5 വരുമ്പോൾ തന്നെ ടേം നമ്മൾ ഇപ്പൊ ചെയ്തേ ഉള്ളൂ. ടേം എന്താണ്? എച്ച്. 2s + 1 2 into 2/2 + 1 3. ജെ എന്ന് പറയുന്നത് ഹാഫ് ഫിൽഡ്, ലെസ് ദാൻ ഹാഫ് ഫിൽഡ് ആണ്. അപ്പോ എൽ ജെ എന്ന് പറയുന്നത് ലെസ് ദാൻ ഹാഫ് ഫിൽഡ് ആണ്. L - S. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? 4 ആണ് കിട്ടുന്നത് അല്ലെ. 3h 4 ആണ് ടേം സിമ്പൽ.
നമുക്ക് ഒറ്റയടിക്ക് സിയും ഡിയും ക്യാൻസൽ ചെയ്യാം. അപ്പൊ ഐദർ എ അല്ലെങ്കിൽ ബി. അപ്പൊ നമുക്ക് എ അല്ലെങ്കിൽ ബി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ജിയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. ജിയുടെ വാല്യൂ എന്താണ്? 0.80. നമുക്ക് ജി കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, വെറുതെ ടൈം കളയണം. നമ്മുടെ ഇക്വേഷൻ പഠിച്ചു വെക്കുക. 3/2 പ്ലസ് എസ് ഇൻവേഴ്സ് പ്ലസ് 1 മൈനസ് എൽ ഇൻറ്റു എൽ പ്ലസ് 1/2 ജെ ഇൻറ്റു ജെ പ്ലസ് 1 എന്നുള്ള ഇക്വേഷൻ പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി നമുക്ക് ഡയറക്റ്റ് ജെ വാല്യൂ ഉണ്ട്, ജി വാല്യൂ ഉണ്ട്. നമുക്ക് മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാം. ജി ഇൻറ്റു റൂട്ട് ഓഫ് ജെ ഇൻറ്റു ജെ പ്ലസ് 0.80 റൂട്ട് ഓഫ് 4 ഇൻറ്റു 5. ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 3.58. കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 3.58. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. 2.68 ആണ്. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഇത് ഒറ്റയടിക്ക് പറയാൻ പറ്റും. കാരണം ഓർബിറ്റൽ മോഷനും സ്പിൻ മോഷനും വരുമ്പോൾ നമ്മുടെ സ്പിന്നോളിക് ഫോർമുലയിനെക്കാളും കൂടുതലായിട്ട്, സ്പിന്നോളിക് ഫോർമുലയിൽ എത്രയാണ് അൺപെയ്ഡ് ഇലക്ട്രോൺസ്, ആ അൺപെയ്ഡ് ഇലക്ട്രോൺസ് 2 ആണെങ്കിൽ ആ 2 സ്റ്റാർട്ട് ചെയ്തിട്ടായിരിക്കും നമുക്ക് മാഗ്നറ്റിക് മൊമെന്റ് കിട്ടുന്നത്. പക്ഷെ ഇവിടെ ഓൾറെഡി ഇന്നർ ട്രാൻസിഷൻ എലമെന്റ് ആണ്. അപ്പൊ ഇന്നർ ട്രാൻസിഷൻ എലമെന്റ് ആകുമ്പോൾ എന്തായാലും സ്പിന്നോളിക് ഫോർമുലയുടെ വാല്യൂനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ 2 അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് ഒരിക്കലും 2 വെച്ചിട്ടായിരിക്കില്ല ആൻസർ തുടങ്ങുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ടേംസിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഓപ്ഷൻ ബിയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഓക്കെ, ജി കണ്ടുപിടിക്കാത്തതിന്റെ റീസൺ എന്ന് പറയുന്നത് ജി ഓൾറെഡി സെയിം ആണ്, അതുകൊണ്ടാണ്. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഡിസംബർ 2023 ചോദിച്ച ക്വസ്റ്റ്യൻ. The calculated magnetic moment of europium 3 plus is 0, but experimental value is 3.4 to 3.5 to 98. This is due. ഇത് സാധാരണ ചോദിച്ചു കണ്ടിട്ടുണ്ട്. 2-3 വർഷം ഇതേ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഈ യൂറോപ്യൻ 3+ 0 ബോർ മാഗ്നറ്റോൺ നമ്മൾ കണ്ടുപിടിക്കും, കാൽക്കുലേറ്റ് ചെയ്യും. പക്ഷേ എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്ത വാല്യൂ എന്ന് പറയുന്നത് 3.4 3.5 അതിന്റെ ഇടയ്ക്ക് വരുന്നത്. ന്യൂ എക്സ്പെരിമെന്റൽ വാല്യൂ യൂറോപ്യത്തിന് എപ്പോഴും കൂടുതലായിരിക്കും ന്യൂ കാൽക്കുലേറ്റഡിനെക്കാളും. ഇതിന്റെ റീസൺ എന്ന് പറയുന്നത് ദിസ് ഇസ് ഡ്യൂ പോപ്പുലേറ്റഡ് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. എക്സൈറ്റഡ് സ്റ്റേറ്റും ഗ്രൗണ്ട് സ്റ്റേറ്റും പോപ്പുലേറ്റഡ് ആണ്. ഈ ഒരു ജസ്റ്റ് ഒരു പോയിന്റ് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. യൂറോപ്യത്തിനും അതേപോലെ സമീറിയത്തിനും ഇവർക്ക് മാഗ്നറ്റിക് മൂവ്മെന്റിൽ ഒരു ലാർജ് ഡീവിയേഷൻ ഉണ്ട്. ഈ എക്സ്പെരിമെന്റൽ വാല്യൂവിനും കാൽക്കുലേറ്റഡ് വാല്യൂവിനും ഇടയ്ക്ക് ഒരു ലാർജ് ഡീവിയേഷൻ ഉണ്ട്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് പോപ്പുലേറ്റഡ് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആൻഡ് എക്സൈറ്റഡ് ജെ ലെവൽസ്. ഓക്കെ, ജസ്റ്റ് ഒരു സിമ്പിൾ പോയിന്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കാം. അടുത്തത് ഗ്രൗണ്ട് സ്റ്റേറ്റ് ടേം സിംബൽ ഓഫ് മെറ്റൽ ഹൈഡ്രേറ്റ് യൂറോപ്യൻ 3+ ആൻഡ് ടെർബിയം 3+ ആർ റെസ്പെക്റ്റീവ്. അപ്പൊ ഇത് എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ചില ഓപ്ഷൻസ് നോക്കുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് 7f0 വന്നിട്ടുണ്ട്, 7f0, 2f5/2, 3h4. ഇങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം. 2 ഓപ്ഷൻസ് റിപ്പീറ്റ് ആയിട്ട് ഒരു ഓപ്ഷനിൽ തന്നെ 2 റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ആൻസർ വരാനുള്ള ചാൻസ് ഉണ്ട്. ടൈം എങ്ങനെയാണ് സേവ് ചെയ്യുന്നതെന്ന് ഇവിടെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇവിടെ എയോ ബി വരാനുള്ള ചാൻസ് ഉണ്ട്, കാരണം രണ്ടും ഫസ്റ്റ് സെയിം. അപ്പൊ യൂറോപ്യം 3+, ടെർബിയം 3+, ഇതിന്റെ കോൺഫിഗറേഷൻ കണ്ടുപിടിക്കണം. പിന്നെ അതേപോലെ ഞാൻ പറയുന്നത് യൂറോപ്യം 3+ന്റെ ടേംസ് ഒന്ന് ബൈഹാർട്ട് ചെയ്യുക. അത് 7f0. ഇത് ബേസ് ചെയ്തിട്ട് ധാരാളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഈ യൂറോപ്യത്തിന്റെ ടേംസ് ഒന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കാം. അത് 7f0 ആണ്, കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഈ 7f0 വരുന്ന രീതിക്ക് ഒരു 2-3 ക്വസ്റ്റ്യൻസ് അടുത്തിടെയായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ 7f0 ഒന്ന് ബൈഹാർട്ട് ചെയ്യും. ഇനി ടെർബിയം 3+, ഇതേപോലെ കോൺഫിഗറേഷൻ കണ്ടുപിടിക്കാം. നമുക്കൊന്ന് കോൺഫിഗറേഷൻ നോക്കിയാലോ. ടെർബിയം 3+ എത്രയാണ്? അതുപോലെ ടെർബിയം എവിടെ വരുന്നത് നോക്കണം, ഗഡൂരമായ GD. ഇപ്പൊ GD കഴിഞ്ഞിട്ടാ വരുന്നത് അല്ലെ. GD കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും 4f7, 4f8 വരില്ല. 4f9 ആണ്. 4f9, 5d0, 6s2. അപ്പൊ ഇത് കണ്ടുപിടിക്കുക. ഇത് കണ്ടുപിടിക്കുമ്പോഴത്തേക്കും ആൻസർ കിട്ടുന്നത് 7f6 ആണ് കിട്ടുന്നത്. ചെയ്ത് നോക്കുക. ടേം സിംബൽ ഫിസിക്കൽ സ്പെക്ട്രോസ്കോപ്പിയിൽ പഠിച്ചിട്ടുള്ളതാണ്. ഞാൻ ഇവിടെ 2 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് കാണിച്ചു.
നിങ്ങളൊന്ന് തന്നെ ചെയ്ത് നോക്കുക. ഇതിന്റെ ആൻസർ എ ആണ് കിട്ടുന്നത്. ഇത് കിട്ടിയില്ലെങ്കിൽ എന്നോട് ചോദിക്കുക. ഓക്കെ, 7F0 7F6 ആണ് ആൻസർ. യൂറോപ്യത്തിന്റെ ഒന്ന് 7F0 എങ്ങനെ കിട്ടുന്നത് നോക്കാം. ഇതൊന്ന് യൂറോപ്യത്തിന് ഒന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കണം. ഇനി അടുത്തത് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ലാന്തനൈഡ് അയോൺസിനെ ബേസ് ചെയ്ത് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. ഇത് CSIR December 2024 ചോദിച്ചിട്ടുണ്ട്. ഇതും 4 മാർക്സിന് ചോദിച്ച ക്വസ്റ്റ്യൻ. ഇത് 2 മാർക്സിനാണ് കേട്ടോ ചോദിച്ചത്. ഈ ക്വസ്റ്റ്യൻ 2 മാർക്സിന് ചോദിച്ച ക്വസ്റ്റ്യൻ. ഈ ടേം സിംബൽ 4 മാർക്സിന് ചോദിച്ച ക്വസ്റ്റ്യൻ. എളുപ്പമാണ്, നമുക്ക് 4 മാർക്സ് നമ്മുടെ കയ്യിൽ കിട്ടും. ഇതും 4 മാർക്സിനാണ്. ഇത്രയും കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്, പക്ഷെ നമ്മൾ ഈ ഒരു ട്രിക്കൊക്കെ വെച്ചിട്ട് എളുപ്പത്തിൽ നമ്മളിത് സോൾവ് ചെയ്തു. വിത്തിൻ സെക്കൻഡ്സ് നമ്മളിത് സോൾവ് ചെയ്തു. പക്ഷെ ഇത് 4 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ. ഇനി മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ലാന്തനൈഡ് അയോൺസ് സ്റ്റേറ്റ്മെന്റ്സ് ചോദിച്ചിട്ടുണ്ട്. അതിനെ റിഗാർഡ് ചെയ്ത് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഇത് കറക്റ്റ് ചെയ്താന്ന് ചോദിച്ചു. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിയത് ഒബ്സർവ്ഡ് മാഗ്നറ്റിക് മൂവ്മെന്റ്സ് ആർ ഹൈലി ഡിപെൻഡന്റ് ഓൺ ദ ലിഗാൻഡ്. ശരിക്കും സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മാഗ്നറ്റിക് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് അറിഞ്ഞിരിക്കുക, മാഗ്നറ്റിക് മൂവ്മെന്റ്സ് ഇൻഡിപെൻഡന്റ് ഓഫ് ലിഗാൻഡ്. ലിഗാൻഡിന് ഇൻഡിപെൻഡന്റ് ആണ്. ഏത് ലിഗാൻഡ് വന്നാലും മാഗ്നറ്റിക് മൂവ്മെന്റ് ഡിപെൻഡ് ചെയ്യില്ല. നമുക്ക് അവിടെ ആണെങ്കിൽ സ്പെക്ട്രോ കെമിക്കൽ സീരീസ് ഒക്കെ ഉണ്ട് അല്ലെ. അപ്പോൾ നമ്മൾ ഇലക്ട്രോൺസ് ഫിൽ ചെയ്യുന്ന അതനുസരിച്ചാണ് വീക്ക് ഫീൽഡ് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ്സ് ഫസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ലാന്തനൈറ്റ്സ് ഇന്നർ ട്രാൻസിഷനിലേക്ക് വരുമ്പോഴത്തേക്കും, പ്രത്യേകിച്ച് ലാന്തനൈറ്റ്സിൽ വരുമ്പോൾ ഈ ലിഗാൻഡിനെ ഡിപെൻഡ് ചെയ്യത്തില്ല. ലിഗാൻഡ് ഇൻഡിപെൻഡന്റ് ആണ് ഇലക്ട്രോൺസ് ഫിൽ ചെയ്യുന്ന മാഗ്നറ്റിക് മൂവ്മെന്റ്. അപ്പൊ എ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റ്. അപ്പൊ ഓപ്ഷൻസ് നോക്കിയേ. ഇപ്പൊ എ വരില്ല, ഇവിടെ എ. അപ്പൊ ബി ആൻഡ് സി അല്ലെങ്കിൽ സി ആൻഡ് ഡി. നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെന്റ് only ground J state is correlated. അതവിടെ നിൽക്കട്ടെ. Spin orbit couplings are in the order of 1000 centimeters, while the ligand field effects are only 100 centimeters. അതവിടെ നിൽക്കട്ടെ. The spin only formula cannot be used to calculate the magnetic moment of Fn configuration. നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്പിൻ only ഫോർമുല യൂസ് ചെയ്തത് ഗഡോലിനത്തിൽ മാത്രമേ യൂസ് ചെയ്തു. പക്ഷെ അല്ലാണ്ട് നമ്മൾ ജനറലി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. എഫില് ഏത് കോൺഫിഗറേഷൻ വന്നാലും നമ്മൾ സ്പിന്നോളി ഫോർമുല ആണ് യൂസ് ചെയ്യുന്നത്. ജനറലി ആണ് ചോദിച്ചിരിക്കുന്നത്. F7 ഗഡോലിനി വരുമ്പോൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. പക്ഷെ അതങ്ങനെ അധികം ചോദിച്ചിട്ടില്ല. ചോദിച്ചാലും മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ജനറലി നോക്കുമ്പോൾ സ്പിന്നോളി ഫോർമുല യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. Spinoli formula cannot be used to calculate the magnetic moment of Fn configuration. നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഗഡോലിന്യത്തിന്റെ കേസ് നമ്മൾ മാഗ്നറ്റിക് മൊമെന്റ് സ്പിന്നോളി ഫോർമുല അല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ അല്ലെ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം ഇവിടെ ചോദിച്ചിട്ടുണ്ടാണ് സ്പിന്നോളി ഫോർമുല cannot be used to calculate the magnetic moment of Fn configuration ആണ്. Fn കോൺഫിഗറേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. പക്ഷെ ഗഡോലിന്യത്തിന്റെ കേസിൽ സ്പിന്നോളി ഫോർമുല യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ cannot എന്ന് പറയുന്നത് തെറ്റല്ലേ. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റ്. അപ്പൊ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞില്ലേ. ഈ ആൻസർ നമ്മൾ ഈ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മൈൻഡിലേക്ക് വന്നാൽ അറിഞ്ഞൂടാത്ത സ്റ്റേറ്റ്മെന്റ്സ് വന്നാലും ആൻസർ ചെയ്യാൻ പറ്റും. ആ ഒരു കോൺഫിഡൻസ് നമുക്ക് വരും. ഇനി only ground J state is populated. ഗ്രൗണ്ട് J സ്റ്റേറ്റ് എല്ലാ കേസിലും പോപ്പുലേറ്റഡ് ആണ്. പക്ഷെ എക്സൈറ്റഡ് J സ്റ്റേറ്റ് പോപ്പുലേറ്റഡ് ആയിട്ടുള്ളത് നമുക്ക് സമീരത്തിലും യൂറോപ്യത്തിലും എക്സൈറ്റഡും കൂടി പോപ്പുലേറ്റഡ് ആണ്. പക്ഷെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എല്ലാത്തിലും പോപ്പുലേറ്റഡ്. അപ്പൊ അതുകൊണ്ട് ബി എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. Spin orbit couplings are in the order of 1000 centimeters, while the ligand field effects are 100 centimeters. കറക്റ്റ് അല്ലേ? കാരണം ലിഗാൻഡ് ഫീൽഡ് ഇഫക്ട്സ് ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് അത് ലോ വാല്യൂ ആയിരിക്കും. അതിന്റെ ഒരു വേവ് ലെങ്ത് തന്നെ ഫ്രീക്വൻസി പറയുന്നത് ലോ വാല്യൂ ആയിരിക്കും. പക്ഷെ സ്പിൻ ഓർബിറ്റ് കപ്ലിങ്സ് എന്ന് പറയുമ്പോൾ അത് തന്നെയല്ലേ നമ്മള് മാഗ്നറ്റിക് മൊമെന്റിൽ വരുന്നത്. സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് കാരണം മാഗ്നറ്റിക് മൊമെന്റ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോ സി എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. ഇറ്റ്സ് എ മാഗ്നറ്റിക് മൊമെന്റ് മിക്സ്ചർ ഓഫ് സ്പിൻ ആൻഡ് ഓർബിറ്റൽ മോഷൻ. അപ്പൊ സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് അവിടെ ഉണ്ട്. അപ്പൊ അത് 1000 അതിന് ഹയർ വാല്യൂ. പക്ഷെ ലിഗാൻഡ് ഫീൽഡ് ഇഫക്ട് നെഗ്ലിജിബിൾ ആണ്, ഇൻഡിപെൻഡന്റ് ആണ്. അതുകൊണ്ട് ഇതിന്റെ വാല്യൂ കുറവായിരിക്കും. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ബി ആൻഡ് സി ആണ്.
ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ലാന്തനൈഡ് കോൺട്രാക്ഷൻ. ലാന്തനൈഡ് കോൺട്രാക്ഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളത് അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അറ്റോമിക് അല്ലെങ്കിൽ അയോണിക് റേഡിയന്റിൽ ഒരു ഗ്രാജുവൽ ഡിക്രീസ് ഉണ്ടാകും, ഒരു റെഗുലർ ഡിക്രീസ് ഉണ്ടാകുന്നുണ്ട്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് പുവർ ഷീൽഡിംഗ് ഓഫ് ഫോറിൻ ഇലക്ട്രോൺസ് ആണല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞു ഷീൽഡിങ്ങിന്റെ ഓർഡർ എന്താണ്? എസ് ഗ്രേറ്റർ ദാൻ ഡി ഗ്രേറ്റർ ദാൻ ഡി ഗ്രേറ്റർ ദാൻ എഫ്. എഫിന് പുവർ ഷീൽഡിംഗ്, അതുകൊണ്ട് ഈ ഒരു ലാന്തനൈഡ് കോൺട്രാക്ഷൻ ഫിനോമിന ലാന്തനൈഡ്സിന് പ്രസന്റ് ആണ്. ലാന്തനൈഡ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത് അറ്റോമിക് ആൻഡ് അയോണിക് റേഡിയയിൽ ഒരു ഡിക്രീസ്. ഈ ലാന്തനൈഡ് കോൺട്രാക്ഷന്റെ ഇതിന്റെ ഒരു കോൺസിക്വൻസസ് കുറച്ച് വലുതാണ്. കോൺസിക്വൻസസ് ഓഫ് ലാന്തനൈഡ് കോൺട്രാക്ഷൻ പറയുന്നത് ബേസിസിറ്റി ഡിക്രീസസ്. ലെഫ്റ്റ് ടു റൈറ്റ് അല്ലെങ്കിൽ ലന്താനം ടു ലുട്ടീഷ്യം ബേസിസിറ്റി എന്ത് ചെയ്യുന്നു? കുറയുന്നു. Similarity in second and third row transition series. Best example, zirconium and hafnium. Second row zirconium, third row transition, third row hafnium. Transition series ആണ് zirconium and hafnium. ഇവർക്ക് സിമിലാരിറ്റി ഉണ്ട്, പ്രോപ്പർട്ടീസ് സിമിലർ ആണ്, സൈസ് സിമിലർ ആണ്. ദിസ് ഇസ് ഡ്യൂ ടു ലാന്തനൈഡ് കോൺട്രാക്ഷൻ. പിന്നെ ഈ ലാന്തനൈഡ്സിന്റെ സെപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആണ്. ഇതൊരു മെത്തേഡ്, ഒരു ജനറൽ മെത്തേഡ് ആണ് അയൺ എക്സ്ചേഞ്ച്. പിന്നെ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഡിക്രീസ് ചെയ്യും ഫ്രം ലന്താനം ടു ലുട്ടീഷ്യം. ഓക്കെ, ലുട്ടീഷ്യത്തിന് മുൻപ് അങ്ങോട്ട് പോകുമ്പോൾ ഓക്സിഡൈസിങ് നേച്ചർ കൂടും. ഓക്സിഡൈസിങ് കൂടും. ഓക്കെ, ഇതാണ് ലാന്തനൈഡ് കോൺട്രാക്ഷൻ. ലാന്തനൈഡ് കോൺട്രാക്ഷൻ എന്ന് പറയുമ്പോൾ സൈസ് ഡിക്രീസസ് ഫ്രം ലന്താനം ടു ലുട്ടീഷ്യം ഡ്യൂ ടു പുവർ ഷെയ്ഡിംഗ് ഓഫ് ഫോർ ഓഫ് ഇലക്ട്രോൺസ്. അതാണ് അടുത്ത റീസൺ. ബേസിസിറ്റി എന്ന് പറയുന്നത് ലന്താനം ടു ലുട്ടീഷ്യം ഡിക്രീസ് ചെയ്യും. ലന്താനം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് മോർ ബേസിക് ദാൻ ലുട്ടീഷ്യം ഹൈഡ്രോക്സൈഡ്. ദെൻ സിമിലാരിറ്റി, സിർക്കോണിയം ഹാഫ്നിയം എന്ന് പറയുന്നത് സിമിലർ നേച്ചർ ആണ്. സെപ്പറേഷൻ, ലാന്തനൈഡ് അയോൺസ് ഒരു മിക്സ്ചർ ഓഫ് ലാന്തനൈഡ് അയോൺസ് തന്നിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറയുന്ന നോർമൽ മെത്തേഡ്സ് എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിരുന്നു. അതിനൊരു അഡ്വാൻസ്ഡ് ടെക്നിക് ഉണ്ട്, അതാണ് അയൺ എക്സ്ചേഞ്ച് മെത്തേഡ് എന്ന് പറയുന്നത്. Then regular decreasing tendency factors reducing ഒരു റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള ടെൻഡൻസി എന്താണ്? ലുട്ടീഷ്യം ഡിക്രീസ് ചെയ്യും. പിന്നെ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. The size of zirconium and hafnium are similar. Size of hafnium is affected by ലാന്തനൈഡ് കോൺട്രാക്ഷൻ. എന്താണ് ആൻസർ? ഒറ്റ നടത്തി പറയാല്ലേ, സ്റ്റേറ്റ്മെന്റ് 1 and 2 are correct and 2 is the correct explanation of 1. നമ്മളിപ്പോ പറഞ്ഞ ലാന്തനൈഡ് കോൺട്രാക്ഷൻ നമ്മൾ CSR June 2011 2 മാർക്സിന് ചോദിച്ച ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, the correct electronic configuration and spin-only magnetic moment of gadolinium 3+. ഓക്കെ, ഇത് സ്പിൻ-only magnetic moment ആണ്. നമ്മളിപ്പം പറഞ്ഞതേ ഉള്ളൂ, ഗഡോലിനിയത്തിന്റെ കേസിൽ സ്പിൻ-only magnetic moment ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗഡോലിനിയം 3+ എന്ന് പറയുമ്പോൾ കോൺഫിഗറേഷൻ നോക്കുക, ഒരിക്കലും 5F വരില്ല. കാരണം ഇതെന്താണ്? ലാന്തനൈഡ് ആണ്. ഡി കട്ടിയം 4F6 5D1 വരുമോ? ഇല്ല. 5D1 എപ്പോഴാണ് വരുന്നത്? 4F7ന്റെ കൂടെയാണ് 5D1 വരുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ഇത് ഓക്കെ. പിന്നെ 4F7 ഉണ്ട്, 4F രണ്ട് ഓപ്ഷൻസ് ഒരേപോലെ വന്നിട്ടുണ്ടെങ്കിൽ അത് ആൻസർ വരാനുള്ള ചാൻസ് കൂടുതലുണ്ട് അല്ലെ. ഇവിടെയും 4F7 വന്നിട്ടുണ്ട്, ഇവിടെയും 4F7. ലാന്തനൈഡ് സീരീസിൽ റെപ്രസെന്റിംഗ് നോബൽ ഗ്യാസ് എലമെന്റ് സെനോൺ ആണ്, മറ്റേതിൽ റാഡൺ. അപ്പോൾ ഇവിടെ 4F7 ഉണ്ട്, 4F7 ഉണ്ട്. നമ്മൾ ചോദിച്ചിരിക്കുന്നുണ്ട് സ്പിൻ-only ഫോർമുല. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് എത്ര അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്? 7 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട് ഗഡോലിനിയത്തിൽ. 4F7 ആണ്, 7 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ സ്പിൻ-only ഫോർമുല ആകുമ്പോൾ എത്ര അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട് അതിന്റെ സ്റ്റാർട്ടിങ് തന്നെ ആയിരിക്കും നമ്മുടെ ആൻസർ, മാഗ്നറ്റിക് മൂവ്മെന്റിന്റെ ആൻസർ. അപ്പൊ എന്തിനാണ് ആൻസർ? എ ആണ് ആൻസർ. 7 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് വാല്യൂ എന്ന് പറയുന്നത് 7.9 ആയിരിക്കും. നമ്മളിത് കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇത് 2 മാർക്സിന് 2013 ചോദിച്ച ക്വസ്റ്റ്യൻ. ഒറ്റയടിക്ക് നമുക്ക് ഈ 8.9 ക്യാൻസൽ. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നത് കളർ ആൻഡ് സ്പെക്ട്ര ആണ്. കളർ ആൻഡ് സ്പെക്ട്ര ഓഫ് ലാന്തനൈഡ്സ്. ലാന്തനൈഡ്സ് കളർ കാണിക്കും. അതിന്റെ റീസൺ എന്ന് പറയുന്നത് FF ട്രാൻസിഷൻ കാരണം കളർ കാണിക്കും. ഇതാണ് ഇതിന്റെ കളർ. അപ്പൊ കളർ നമുക്ക് പഠിക്കാനായിട്ട് ഒരു എളുപ്പ വഴിയുണ്ട്, പറഞ്ഞുതരാം. ഈ ലാന്തനൈഡ്സ് ലുട്ടീഷ്യം 3+ എന്ന് പറയുമ്പോൾ നോ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ട്രാൻസിഷൻ നടക്കും, കളറിങ് കാണിക്കും. ഇതാണ് നമുക്ക് കോർഡിനേഷൻ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുള്ളത്.
സെയിം കേസ് തന്നെയാണ് ഇവിടെ. റൊട്ടേഷൻ 3+ നോ അൺപെയർഡ് ഇലക്ട്രോൺസ്, അപ്പൊ അത് കളർലെസ് ആണ്. പിന്നെ ഈ കളേഴ്സിന് കാരണം എന്ന് പറയുന്നത് ലാപ്പോർട്ടി ഫോർബിഡൻ FF ട്രാൻസിഷൻ ആണ്. ഇവരുടെ പൊസിഷൻ ഓഫ് ബാൻഡ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഓഫ് ലിഗാൻഡ് ആണ്, ഞാൻ പറഞ്ഞതാണ്. മാഗ്നറ്റിക് പ്രോപ്പർട്ടീസും ഇൻഡിപെൻഡന്റ് ആണ്, അതേപോലെ തന്നെ ബാൻഡിന്റെ പൊസിഷനും ഇൻഡിപെൻഡന്റ് ഓഫ് ലിഗാൻഡ്. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. പൊസിഷൻ ഓഫ് ബാൻഡ്സ് നോക്കുമ്പോഴും അതേപോലെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിലും ഈ ഒരു പോയിന്റ് ആപ്ലിക്കബിൾ ആണ്. ഇൻഡിപെൻഡന്റ് ഓഫ് ലിഗാൻഡ്. ഇനി ഇവരുടെ അബ്സോർപ്ഷൻ ബാൻഡ്സ് വീക്ക് ആണ്, ഷാർപ്പ്. ഇതൊന്നും അറിഞ്ഞിരിക്കും. FF ട്രാൻസിഷൻസില് FF ട്രാൻസിഷൻ എന്ന് പറയുന്നത് വീക്ക് ആണ്, അതേപോലെ ഷാർപ്പ്. ഓക്കെ, പിന്നെ യൂസ് ചെയ്യുന്നു വേവ് ലെങ്ത് കാലിബ്രേഷൻ ഓഫ് ഇൻസ്ട്രുമെന്റ്സിൽ ഈ ഒരു FF ട്രാൻസിഷന്റെ അബ്സോർപ്ഷൻ ബാൻഡ്സ് യൂസ് ചെയ്യാറുണ്ട്. ഒരു ആപ്ലിക്കേഷൻ ആണ്, നോട്ട് ചെയ്ത് വെക്കുക, വേവ് ലെങ്ത് കാലിബ്രേഷൻ ഓഫ് ഇൻസ്ട്രുമെന്റ്സ്. ഇനി 4F5D ട്രാൻസിഷൻസ് നടക്കാറുണ്ട്. അത് ലാപ്പോർട്ടി അലോഡ് ആണ്. ഈ ലാപ്പോർട്ടി ഫോർബിഡനും ലാപ്പോർട്ടി അലോഡും ലാപ്പോർട്ടി ഫോർബിഡൻ ഉണ്ട്. ഒരു ലാപ്പോർട്ടി അലോഡ് എന്താണെന്നറിയോ? ലാപ്പോർട്ടി സെലക്ഷൻ റൂൾ പ്രകാരം ഡെൽറ്റ L +or-1 ആണെങ്കിൽ ലാപ്പോർട്ടി അലോഡ് ആണ്. ലാപ്പോർട്ടി അലോഡ് ആണ്. ഡെൽറ്റ L വേറെ എന്തെങ്കിലും +or-1 അതർ +or-1 ആണെങ്കിൽ ലാപ്പോർട്ടി ഫോർബിഡൻ. ഈ ഇവിടെ 4F FF ട്രാൻസിഷൻ പറയുമ്പോൾ ഡെൽറ്റ L 0 ആണ്. FD ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ Lന്റെ വാല്യൂ 3 ആണ്, ഡിയുടെ വാല്യൂ ഡിയിലെ Lന്റെ വാല്യൂ 2 ആണ്. അപ്പോൾ ഡെൽറ്റ L എന്ന് പറയുന്നത് എന്താണ്? +or-1 വരും. ലാപ്പോർട്ടി അലോഡ് ആണ്. ഇവരുടെ ഈ 4F5D ട്രാൻസിഷൻ ബാൻഡ് എന്ന് പറയുന്നത് ബ്രോഡ് ബാൻഡ്സ് ആയിരിക്കും. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം, ബ്രോഡ് ബാൻഡ്സ്. പക്ഷെ FF ട്രാൻസിഷൻ വീക്ക് ആൻഡ് ഷാർപ്പ് ബാൻഡ്സ് ആണ്. പക്ഷെ FD ട്രാൻസിഷൻ ബ്രോഡ് ബാൻഡ്സ് വിത്ത് ബ്രോഡ് ആൻഡ് സ്ട്രോങ് ബാൻഡ്സ് ആണ്. അപ്പൊ FF ട്രാൻസിഷൻ ലാപ്പോർട്ടി ഫോർബിഡൻ ആണ്, വീക്ക് ആൻഡ് ഷാർപ്പ് ട്രാൻസിഷൻ ആണ്. FD എന്ന് പറയുമ്പോൾ തിരിച്ച് സ്ട്രോങ് ആൻഡ് ബ്രോഡ് ബാൻഡ്സ്, നേരെ ഓപ്പോസിറ്റ് ആണ്. അതേപോലെ നമുക്കിവിടെ ലിഗാൻഡ് ടു മെറ്റൽ ചാർജ് ട്രാൻസ്ഫർ നോക്കുന്നുണ്ട്. കോർഡിനേഷനിൽ പഠിച്ചിട്ടുണ്ട് ലിഗാൻഡ് ടു മെറ്റൽ ചാർജ് ട്രാൻസ്ഫർ, മെറ്റൽ ടു ലിഗാൻഡ് ചാർജ് ട്രാൻസ്ഫർ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചാർജ് ട്രാൻസ്ഫർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സീരിയം 4+ എന്ന് പറയുമ്പോഴത്തേക്കും സീരിയം 4+ എന്ന് പറയുമ്പോൾ F0 ആണ്. അപ്പൊ നോ ഇലക്ട്രോൺസ്. അപ്പൊ ഇവര് LMCT കാണിക്കും. LMCT കാണിച്ച് നമുക്കൊരു യെല്ലോ കളർ. അതേപോലെ സമീരിയം +2 ബ്ലഡ് റെഡ് കളർ കാണിക്കും. സീരിയം +4 ടൈട്രേഷനിലൊക്കെ റിയേജന്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, റിയേജന്റ് ഇൻ ടൈട്രേഷൻസ്. ടൈട്രേഷനിൽ റിയേജന്റ് ആയിട്ട് സീരിയം യൂസ് ചെയ്തിട്ട് ഒരു ആപ്ലിക്കേഷൻ ആണെന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇത്രയാണ് സ്പെക്ട്രയെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇനി ഇതിന്റെ കളറിനെ കുറിച്ച്. കളർ എന്ന് പറയുമ്പോൾ ഈ ഒരു ടേബിള് പഠിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒന്ന് നോക്കുക, N-4 N സെയിം കളർ ആയിരിക്കും. അതായത് F0 കളർലെസ് ആണ്, F1 കളർലെസ് ആണ്. അതേപോലെ N-14 ആണ്, സോറി, N-14 ആൻഡ് N സെയിം കളർ ആയിരിക്കും. അപ്പോ ഇവിടെ 14 ഇലക്ട്രോൺസ് ഉണ്ട്, കളർലെസ് ആണ്. 13 ഇലക്ട്രോൺസ് കളർലെസ് ആണ്. അതായത് N-ഉം N-14 സെയിം കളറാണ്. കളർ ആണെങ്കിൽ കളർലെസ് ആണെങ്കിൽ കളർലെസ്, അത് സെയിം ആയിരിക്കും. ഇതാണ് ഇവിടെ പഠിക്കാനുള്ള ഒരു ട്രിക്ക്. ഇനി അടുത്തത് F2 ഇലക്ട്രോൺസ് വരുമ്പോൾ ഗ്രീൻ ആണ്, അപ്പുറത്ത് 12 ആണ്. ഓക്കെ, 12 പെയിൽ ഗ്രീൻ കളറാണ്. 3 വരുമ്പോൾ ഒരു ചെറിയ വ്യത്യാസമുണ്ട്, ഇലിയാക്കും പിങ്കും ആണ്. അത് ഏകദേശം സെയിം കളർ തന്നെയാണ്. പിന്നെ 4 വരുമ്പോൾ പിങ്കും പെയിൽ യെല്ലോയും, അവിടെയാണ് ചെറിയൊരു വ്യത്യാസം. അതൊന്ന് ഒരു എക്സെപ്ഷൻ ആയിട്ട് തന്നെ അത് പഠിക്കാം. ഒരു എക്സെപ്ഷൻ ആണ്, ഈ ഒരു റൂൾ ഫോളോ ചെയ്യാത്തത് ഇവിടെ മാത്രമാണ്. ഒരു പ്രാവശ്യം കളർ ചോദിച്ചിട്ടുണ്ട്, ഒരേ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൂ. പിന്നെ യെല്ലോ പെയിൽ പിങ്ക് F7 കളർലെസ്. അപ്പൊ ഏതൊക്കെയാണ് കളർലെസ് എന്ന് പഠിച്ചാൽ ആദ്യം എളുപ്പമായി. F0 F1 F7 F13 F14 ഇത്ര എന്താണ് കളർലെസ് ആണ്.
ബാക്കിയുള്ളതാണ് നമുക്ക് കളർ. അതെങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാം? N-14 സെയിം കളർ. എക്സെപ്ഷണൽ കേസ് വരുന്നത് 4-ലും 10-ലും. അവിടെ നമുക്ക് പിങ്കും പെയിൽ യെല്ലോയും ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ ഇതിങ്ങനെ തന്നെ പഠിക്കാം. F0, F1, F7, F13, F14 എന്ന് പറയുന്ന കളർലെസ് ആണ്. ബാക്കി N-14-ഉം N-ഉം സെയിം കളറാണ്. എക്സെപ്ഷൻ കേസ് വരുന്നത് എവിടെയാണ്? 4-ഉം 10-ഉം. N=4, 4F4-ലും 4F10-ലുമാണ് എക്സെപ്ഷൻ കേസ് വരുന്നത്. അവിടെ പിങ്കും പെയിൽ യെല്ലോ. ഇലിയാക്കും പിങ്കും കുഴപ്പമില്ല, സെയിം കളറാണ്. എനിക്ക് അതുകൊണ്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കാം. പക്ഷെ എക്സെപ്ഷൻ, മെയിൻ എക്സെപ്ഷൻ വരുന്നത് 4-ലും 10-ലും. നമുക്ക് ഇനി ഇതിന്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. Of the following statements regarding laminate reactants, the correct statements. The metal ions are weakly interact with the ligand. കറക്റ്റ് അല്ല, ഞാൻ ഇപ്പൊ പറഞ്ഞതല്ലേ ഉള്ളൂ. മെറ്റൽ അയോൺ എന്ന് പറയുന്നത് ലിഗാൻഡ് ഓർബിറ്റൽസിലെ വീക്ക്ലിയാണ് ഇന്ററാക്ട് ചെയ്യുന്നത്. കാരണം ലിഗാൻഡ് ഇഫക്ട്സ് ഇൻഡിപെൻഡന്റ് ആണ് ഫോർ ബോത്ത് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ആൻഡ് സ്പെക്ട്രൽ പ്രോപ്പർട്ടീസ്. അതുകൊണ്ട് തന്നെ മെറ്റൽ അയോൺ ഇന്ററാക്ട് വീക്ക്ലി വിത്ത് ലിഗാൻഡ് ആണ്. ഞാൻ ഈ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. എ എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. അപ്പൊ എ കറക്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ എയിലുണ്ട്, സിയിലുണ്ട്. ബി സി ഡിയും ക്യാൻസൽ ചെയ്യാം. ഇനി ലാർജ് നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് റിസൾട്ട് ഇൻ ലാർജ് നമ്പർ ഓഫ് ട്രാൻസിഷൻസ്. ഒബ്വിയസ്ലി കറക്റ്റ് ആണ്. മൈക്രോസ്റ്റേറ്റ്സ് ഡിപെൻഡന്റ് ആണ് ട്രാൻസിഷൻസ്. എത്ര മൈക്രോസ്റ്റേറ്റ്സ് ഉണ്ടോ അത്രയും നമ്പർ ഓഫ് ട്രാൻസിഷൻസ് അവിടെ കൂടുതലാണ്. സോ ബി കറക്റ്റ് ആണ്. ഒറ്റയടിക്ക് നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. എ, ബി, സി ആണ് ആൻസർ. എന്താണ് നോക്കാം. സി എന്ന് പറയുന്നത് എഫ് ഓർബിറ്റൽസ് ആർ ഡീപ്ലി ബറീഡ് അല്ലെ. എഫ് ഓർബിറ്റൽസ് പറഞ്ഞിട്ട് ഉള്ളിലേക്കല്ലേ, ആന്റി പെനാക്ടിമേറ്റ് അല്ലേ. നമ്മൾ ഫിഗർ കണ്ടില്ലേ, ഫസ്റ്റ് ക്ലാസ്സിന്റെ തുടക്കമേ കണ്ടു. അപ്പോ സി എന്ന് പറയുന്നത് ഡീപ്ലി ബറീഡ് എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. അത് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പൊ സിയും കറക്റ്റ് ആണ്. ഡിയുടെ കേസ് നോക്കി, ദർ ഇസ് എ സ്ട്രോങ് എഫ് ഇലക്ട്രോണിക് ട്രാൻസിഷൻ. ഞാൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. എഫ് ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് എന്താണ്? വീക്ക് എഫ് ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ആൻഡ് ഷാർപ്പ്. എഫ് ഡി ആണ് ചോദിച്ചെങ്കിലോ സ്ട്രോങ് ആണ്, പക്ഷെ എന്താണ്? ബ്രോഡ്. ഞാൻ ഇപ്പൊ പറഞ്ഞു നിർത്തിയ പോയിന്റ് ആണ്. അപ്പൊ ഡി സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. സോ ആൻസർ എ, ബി, സി. ഇത് ജൂൺ 2023 4 മാർക്സിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കണ്ടില്ലേ? ഇത് എളുപ്പമായിട്ടാണ് നമ്മളത് സോൾവ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ ഇന്നർ ട്രാൻസിഷൻ ഫ്രം ദ ഫോളോയിങ്. The absorptions in the electron spectra involve 4f, 4f and 4f ID transitions. കറക്റ്റ് അല്ലേ? നമ്മൾ ഇപ്പൊ പറഞ്ഞല്ലോ 4f ഉണ്ട്, 4f ID ഉണ്ട്. 4f എന്ന് പറയുന്നത് വീക്ക് ആൻഡ് ഷാർപ്പ് ആണ്. 4f ID എന്ന് പറയുന്നത് സ്ട്രോങ് ആൻഡ് ബ്രോഡ് ആണ്. The experimental magnetic moment of European 3+ ion is greater than calculated spinoli moment. ഞാനിത് പറഞ്ഞു. ന്യൂ എക്സ്പെരിമെന്റൽ ഇസ് ഗ്രേറ്റർ ദാൻ ന്യൂ കാൽക്കുലേറ്റഡ്. ഞാൻ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. എയും ബിയും കറക്റ്റ് ആണ്. അപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടുമോ നോക്കാം. ബി സി ഡി കട്ട് ചെയ്യാം, അതേപോലെ എ സി ഡി കട്ട് ചെയ്യാം. ഇനി എ ബി സി ഡി ആണോ എ ബി സി ആണോ എന്നാണ് നോക്കിയത്. ജൂൺ 2025 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ, ഇപ്പൊ ചോദിച്ച ക്വസ്റ്റ്യൻ. ഇനി 4f ട്രാൻസിഷൻസ് ആർ ഷാർപ്പ് വൈൽ 4f ID ട്രാൻസിഷൻസ് ആർ ബ്രോഡ്. ഞാൻ പറഞ്ഞോളൂ, മുകളിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ എ ബി സി കറക്റ്റ് ആണ്. ഇനി the peak positions of 4f transitions are marginally affected by the ligand environment. മാർജിനലി എഫക്റ്റഡ് ആണ് 4f ട്രാൻസിഷൻസ് എന്ന് പറയുന്നത്. മാർജിനലി എഫക്റ്റഡ് ആണ്, അല്ല ഇൻഡിപെൻഡന്റ് അല്ലേ. നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എഫക്ട് ചെയ്യുന്നില്ല. ഇൻഡിപെൻഡന്റ് ഓഫ് ലിഗാൻഡ് എൻവിറോൺമെന്റ് ആണ്, എഫക്ട് ചെയ്യുന്നേ ഇല്ല. അപ്പൊ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് എ, ബി ആൻഡ് സി ആണ്. ഓക്കെ. അപ്പോ 4f ട്രാൻസിഷൻ ഇൻഡിപെൻഡന്റ് ഓഫ് ലിഗാൻഡ് എൻവിറോൺമെന്റ് എന്ന് പറഞ്ഞ കാര്യം. അപ്പൊ എ, ബി, സി ആണ് കറക്റ്റ് ആൻസർ. 2025 ജൂണിൽ ചോദിച്ച ക്വസ്റ്റ്യൻ. ഇനി അടുത്തത് സെപ്പറേഷൻ. കുറച്ചും കൂടി ഉള്ളൂ. സെപ്പറേഷൻ എന്ന് പറയുന്നത് മെയിൻ മെത്തേഡ് എന്ന് പറയുന്നത് അയോൺ എക്സ്ചേഞ്ച് റെസിൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ലാമിനേറ്റ്സിന് നമ്മൾ എന്ത് ചെയ്യുന്നു? റെസിനുമായിട്ട് കോൺടാക്റ്റിൽ വെക്കുന്നു. റെസിനുമായിട്ട് കോൺടാക്റ്റിൽ വെക്കുമ്പോൾ നമുക്ക് അയോൺ എക്സ്ചേഞ്ച് ക്രോമറ്റോഗ്രാഫി പഠിച്ചിട്ടുണ്ടാവും. ആ മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. നമുക്ക് പക്ഷേ ഈ ഒരു മെത്തേഡ് ഒന്നും വലുതായിട്ട് പഠിക്കാനില്ല. പക്ഷെ എന്നാലും ലാമിനേറ്റ്സ് റെസിനുമായിട്ട് കോൺടാക്റ്റിൽ വെക്കുമ്പോൾ ഒരു പ്രോട്ടോൺ എക്സ്ചേഞ്ച് നടക്കും. ഒരു H+ ട്രാൻസ്ഫർ നടക്കും. അപ്പൊ ഈ റെസിൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ലാന്തനൈറ്റ്സുമായിട്ട് ബൈൻഡ് ചെയ്യും. ഈ ലാന്തനൈറ്റ്സുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് ഈ ഒരു സൈസ് വെച്ചിട്ടാണ് ബൈൻഡ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോ ഹൈഡ്രേറ്റഡ് സൈസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു
ബൈൻഡിങ് ഓഫ് ലാന്തനൈറ്റ്സ് റെസിനുമായിട്ട് നടക്കുന്നത്. അതായത് സൈസ് എന്ന് പറയുന്ന ലാന്തനൈറ്റ് കോൺട്രാക്ഷന്റെ ഭാഗമായിട്ട് സൈസ് ഓഫ് അയോൺ എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യും അല്ലെ, ലന്താനം ടു ലുട്ടീഷ്യം ഡിക്രീസ് ചെയ്യും. പക്ഷെ ഹൈഡ്രേറ്റഡ് സൈസ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും. ഹൈഡ്രേറ്റഡ് സൈസ് കൂടുതലായിരിക്കും. അപ്പൊ ഏറ്റവും ഹയർ സൈസ് ഏതാണ്? ലുട്ടീഷ്യമാണ് ഹൈയസ്റ്റ് സൈസ്, ഹൈയസ്റ്റ് ഹൈഡ്രേറ്റഡ് സൈസ്. അപ്പൊ ഹൈയസ്റ്റ് ഹൈഡ്രേറ്റഡ് സൈസ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ റെസിനുമായിട്ട് ബൈൻഡിങ് കുറവായിരിക്കും, റെസിനുമായിട്ടുള്ള ബൈൻഡിങ് കുറവായിരിക്കും. അതിന്റെ ഭാഗമായിട്ട് ഇവര് ഈ ലുട്ടീഷ്യൻ എത്തിയും ആദ്യമേ ഇല്യൂട്ട് ആയിരിക്കും. ക്രോമറ്റോഗ്രാഫി ടെക്നിക്കാണ് നടക്കുന്നത്. അപ്പോൾ ഒരു അയൺ എക്സ്ചേഞ്ച് ക്രോമറ്റോഗ്രാഫി അനലിറ്റിക്കൽ കെമിസ്ട്രിയിൽ പഠിക്കും. അപ്പൊ ഈ റെസിൻ ബൈൻഡിങ് അനുസരിച്ചാണ് സെപ്പറേഷൻ നടക്കുന്നത്. അപ്പോ ലാന്തനൈറ്റ്സ് ഈ റെസിനുമായിട്ട് കോളത്തിലെ റെസിൻ പാക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ഈ റെസിനുമായിട്ട് ബൈൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഹൈഡ്രേറ്റഡ് സൈസിനെ ബേസ് ചെയ്തിട്ടാണ് ഇല്യൂഷൻ നടക്കുന്നത്, പുറത്തേക്ക് വരുന്നത്. അപ്പോ സൈസ് ഓഫ് ദ ലാന്തനൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ടു റൈറ്റ് ഡിക്രീസ് ചെയ്യും. പക്ഷെ ഹൈഡ്രേറ്റഡ് സൈസ് നേരെ ഓപ്പോസിറ്റ് ആണ്, ലെഫ്റ്റ് ടു റൈറ്റ് സൈസ്. അയോണിക് സൈസ് കൂടുമ്പോൾ ഹൈഡ്രേറ്റഡ് സൈസ് കുറയും, ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. അപ്പൊ ഹൈഡ്രേറ്റഡ് സൈസ് കൂടുതൽ ഏതിനാണ്? ലുട്ടീഷ്യത്തിനാണ് അല്ലെ. ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആകുമ്പോൾ ഹൈഡ്രേറ്റഡ് സൈസ് കൂടുതൽ ലുട്ടീഷ്യത്തിനാണ്. അപ്പൊ അവിടെ സൈസ് കൂടുതലായതുകൊണ്ട് തന്നെ ഈ ലുട്ടീഷ്യം റെസിനുമായിട്ട് ബൈൻഡിങ് വളരെ കുറവായിരിക്കും. അപ്പൊ ലുട്ടീഷ്യൻ എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് ഇല്യൂട്ട് ചെയ്ത് പോകും. ഈ ഒരു പോയിന്റ് ആണ് നമ്മൾ ഇവിടെ സെപ്പറേഷൻ എന്ന് മനസ്സിലാക്കുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഏതാണ് ആദ്യം ഇല്യൂട്ട് ചെയ്തത്, ഏതാണ് ലാസ്റ്റ് ഇല്യൂട്ട് ചെയ്തത്, ഏതാണ് അവിടെ റിമെയിൻ ചെയ്തത്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് സാറിന് വരുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ഡിസംബർ 2024 2 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ലാന്തനൈറ്റ്സിന്റെ എക്സ്ട്രാക്ഷൻ സമയത്ത് an aqueous solution of lanthanate 3+ is poured into a cation exchange resin. The Ln3+ that moves fast. ഏതാണ് ആദ്യം ഇല്യൂട്ട് ചെയ്യുന്നത്? ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ അല്ലെ. ഏതാദ്യം ഇല്യൂട്ട് ചെയ്യുന്നത്? ലുട്ടീഷ്യം 3+. കാരണം ലുട്ടീഷ്യത്തിന്റെ ഹൈഡ്രേറ്റഡ് സൈസ് കൂടുതലാണ് അല്ലെ, ഹൈഡ്രേറ്റഡ് സൈസ് കൂടുതലാണ്. അപ്പോ ബൈൻഡിങ് എന്താണ്? കുറവാണ്. റെസിനുമായിട്ടുള്ള ബൈൻഡിങ് കുറവാണ്. യു മൂവ് ഫാസ്റ്റ്. ഇതാണ് പഠിക്കേണ്ട പോയിന്റ്. ഇനി which of the following statements are true for lanthanates? ഈ ഒരു ക്വസ്റ്റ്യൻ മുന്നേ ചോദിച്ച ക്വസ്റ്റ്യൻ 2 മാർക്സിന് ചോദിച്ചതാണ്. ഓക്കെ, ഇനി ലാന്തനൈറ്റ്സിന് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 4 മാർക്സിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. The observed magnetic moment of European 3+ at room temperature is higher than the spin orbital couple. ഞാൻ റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. യൂറോപ്യൻ 3+ന്റെ കേസിൽ ഇതിന് മുന്നേ ചോദിച്ചു. കേസ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് അല്ലെ. ന്യൂ എക്സ്പെരിമെന്റൽ ഗ്രേറ്റർ ദാൻ ന്യൂ ഒബ്സർവ്ഡ് വാല്യൂ അല്ലെങ്കിൽ ന്യൂ കാൽക്കുലേറ്റഡ് വാല്യൂ, 2-3 സ്റ്റേറ്റ്മെന്റ്സ് ഇതുപോലെ വന്നിട്ടുണ്ട്. ലാന്തനൈറ്റ് ഓക്സൈഡ്സ് ആർ പ്രിഡോമിനന്റ്ലി അസിഡിക് ഇൻ നേച്ചർ. അപ്പൊ എ എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. എ കറക്റ്റ് ആകുമ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യും. ഇനി ലാന്തനൈറ്റ് ഓക്സൈഡ്സ് ആർ പ്രിഡോമിനന്റ്ലി അസിഡിക് ഇൻ നേച്ചർ. ഞാൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ലാന്തനൈറ്റ് കോൺട്രാക്ഷനിൽ പറഞ്ഞു, ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ബേസിസിറ്റിയുടെ കാര്യം പറഞ്ഞു അല്ലെ. അപ്പൊ എന്താണ് ലാന്തനൈഡ് ഓക്സൈഡ്സ് എന്ന് പറയുന്നത്? എന്താണ്? ഓക്സൈഡ്സ് ആയാലും ഹൈഡ്രോക്സൈഡ്സ് ആയാലും ദേ ആർ പ്രിഡോമിനന്റ്ലി ബേസിക് ഇൻ നേച്ചർ. അസിഡിക് അല്ല, ബേസിക്. സ്റ്റേറ്റ്മെന്റ് ക്യാൻസൽ. ഇപ്പൊ തന്നെ നമുക്ക് ഇത് ക്യാൻസൽ. ഇനി എ ആൻഡ് ഡി അല്ലെങ്കിൽ എ ആൻഡ് സി. The stability of samarium 2+ is due to half-filled subshell. Half-filled subshell വരുന്നത് ആർക്കൊക്കെ മാത്രമാണ്? യൂറോപ്യത്തിനും ഗഡോലിറ്റത്തിനും മാത്രമേ. അപ്പൊ സ്റ്റെബിലിറ്റി ഓഫ് സമീറിയം 2+ ഒരിക്കലും half-filled subshell വരത്തില്ല. So this can cancel. So remaining lanthanate 3+ ions can be separated by an exchange chromatography. It's the correct answer. So you can answer A and D. ഓക്കെ, ഇനി ഇതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ഷിഫ്റ്റ് റേഞ്ചിങ് ആണ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ്, കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ലാന്തനൈഡ്സ് എന്ന് പറയുന്നത് +3. ലാന്തനൈഡ് ആയാലും ആക്ടിനൈഡ് ആയാലും കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +3 ആണ്. പക്ഷെ എന്നാൽ പോലും ഈ സ്റ്റെബിലിറ്റി അനുസരിച്ച് നമുക്ക് വേറെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ഉണ്ട്. +2, +4. ലാന്തനൈഡ്സ് സ്റ്റെബിലിറ്റി
സ്റ്റേറ്റ് 0 F7 F14 എന്ന് പറയുന്നത് സ്റ്റേബിൾ കോൺഫിഗറേഷൻ കിട്ടാൻ വേണ്ടി +2 +4 കാണിക്കാറുണ്ട് റാദർ ദാൻ +3. പക്ഷെ +2 മുതൽ +7 വരെയുള്ള കോൺഫിഗറേഷൻ ആക്ടിനൈറ്റ്സ് കാണിക്കും. ആക്ടിനൈറ്റ്സിൽ ഗ്രേറ്റർ മൾട്ടിപ്ലിസിറ്റി ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ട്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് കമ്പയറബിൾ എനർജി ഓഫ് 5F67. ഇത് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. ആക്ടിനൈറ്റ്സ് എന്തുകൊണ്ടാണ് ഗ്രേറ്റർ നമ്പർ ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് കാണിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടായിരുന്നു, MCQ ആയിരുന്നു. ആൻസർ എന്ന് പറയുന്നത് കമ്പയറബിൾ എനർജി ഓഫ് 5F67. ഈ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കാൻ. ഇനി ഫസ്റ്റ് ഹാഫ് സീരീസ് ഓഫ് ആക്ടിനൈറ്റ്സ് എപ്പോഴും ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് എക്സിബിറ്റ് ചെയ്യുന്നത്. അതേസമയം സെക്കൻഡ് ഹാഫ് സീരീസ് എപ്പോഴും എക്സിബിറ്റ് ചെയ്യുന്നത് ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പൊ ഇതും ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇതും സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഫോർ ബോത്ത് ലാന്തനൈറ്റ്സ് ആൻഡ് ആക്ടിനൈറ്റ്സ് +3. പിന്നെ ഫസ്റ്റ് ഹാഫ് സീരീസ് എന്ന് പറയുമ്പോൾ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കാണിക്കും. ആക്ടിനൈറ്റ്സിന്റെ കേസിൽ ഇത് ഫുൾ ആക്ടിനൈറ്റ്സ് ആണ്. ഫസ്റ്റ് ഹാഫ് സീരീസ് ആക്ടിനൈറ്റ്സിന്റെ കേസിൽ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. സെക്കൻഡ് ഹാഫ് സീരീസ് ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കാണിക്കുന്നത്. ആക്ടിനൈറ്റ്സ് ഗ്രേറ്റർ നമ്പർ ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് കാണിക്കും. അതിന്റെ റീസൺ എന്ന് പറയുന്നത് കമ്പയറബിൾ എനർജീസ് ഓഫ് 5, 6 ആൻഡ് 7. ഓക്കെ, ഇനി അടുത്തത് ഷിഫ്റ്റ് റിയേജൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് NMR സ്പെക്ട്രോസ്കോപ്പിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിയേജന്റ് ആണ് ഷിഫ്റ്റ് റിയേജന്റ്. ലാന്തനൈറ്റ്സിന്റെ ആപ്ലിക്കേഷൻ ആണ് ഷിഫ്റ്റ് റിയേജന്റ്. 1-2 ക്വസ്റ്റ്യൻസ് ഈ ഒരു ക്വസ്റ്റ്യന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഷിഫ്റ്റ് റിയേജന്റ് എന്ന് പറയുമ്പോൾ ബീറ്റ ഡൈകീറ്റോൺ കോംപ്ലക്സ് ഓഫ് ലാന്തനൈറ്റ്സ്. ബീറ്റ ഡൈകീറ്റോൺ കോംപ്ലക്സ് ഓഫ് ലാന്തനൈറ്റ്സിനെയാണ് ഷിഫ്റ്റ് റിയേജന്റ് എന്ന് പറയുന്നത്. ഇത് കോംപ്ലക്സ് ആയിട്ടുള്ള NMR സ്പെക്ട്രനെ സിംപ്ലിഫൈ ചെയ്യാനാണ് ചെയ്യുന്നത്. ഷിഫ്റ്റ് റിയേജന്റ് എന്ന് പറയുമ്പോൾ ബീറ്റ ഡൈകീറ്റോൺ കോംപ്ലക്സ് ഓഫ് ലാന്തനൈറ്റ്സ് ഇപ്പൊ തന്നെ പഠിച്ചു പോവുക. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സിംപ്ലിഫൈ കോംപ്ലക്സ് സ്പെക്ട്ര. എക്സാമ്പിൾസ് എല്ലാം ഉണ്ട്. മെയിൻ നമ്മൾ യൂസ് ചെയ്യുന്ന എക്സാമ്പിൾസ് ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. യൂറോപ്യൻ DPM ത്രൈസിൽ, യൂറോപ്യൻ FOD ത്രൈസിൽ. ഈ FODയുടെ DPMന്റെ ഫുൾ ഫോം ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് PU DPM ത്രൈസ്, PU FOD ത്രൈസ് പഠിക്കാം. ഇനി ഇതിന്റെ ഡയറക്ഷൻ ഓഫ് ഷിഫ്റ്റ് ഇമ്പോർട്ടന്റ്. ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് സീറിയം മുതൽ പ്രൊമീഥിയം വരെയുള്ള എലമെന്റ്സ് അപ്ഫീൽഡ് ആണ് കാണിക്കുന്നത്. അപ്ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? ലോ കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂ. അതേസമയം യൂറോപ്യൻ മുതൽ ഇറ്റർബിയം വരെ എന്താ കാണിക്കുന്നത്? ഡൗൺ ഫീൽഡ് അഥവാ ഹൈ. ഈ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്, ഇത് പഠിച്ചു വെക്കണം. ഡയറക്ഷൻ ഓഫ് കെമിക്കൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത് മെറ്റലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. മെറ്റലിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതിന്റെ മെറ്റലിന്റെ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇത് പലരും തെറ്റിക്കും. കോൺസെൻട്രേഷൻ ഓഫ് മെറ്റൽസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, സീറിയം മുതൽ പ്രൊമീഥിയം വരെ ഫീൽഡ് ആണ്. യൂറോപ്യൻ മുതൽ ഇറ്റർബിയം വരെ ഡൗൺ ഫീൽഡ് ആണ്. സീറിയം മുതൽ പ്രൊമീഥിയം ലോ ഡെൽറ്റ വാല്യൂ, യൂറോപ്യൻ മുതൽ ഇറ്റർബിയം വരെ ഹൈ ഡെൽറ്റ വാല്യൂ എക്സിബിറ്റ് ചെയ്യുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ട് റീസെന്റ് ആയിട്ട് ചോദിച്ച 2 ക്വസ്റ്റ്യൻസ് ആണ്. ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് among the following for ഷിഫ്റ്റ് റിയേജൻസ്. കണ്ടില്ലേ, ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. 4 മാർക്കിനൊക്കെ ചോദിക്കും. അപ്പം കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ അത് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ബീറ്റ ഡൈകേറ്റോൺ കോംപ്ലക്സ് ഓഫ് ലാന്തനൈറ്റ്സ് അല്ലെ? കറക്റ്റ് അല്ലേ? ബീറ്റ ഡൈകേറ്റോൺ കോംപ്ലക്സ് ആണ്. ഷിഫ്റ്റ് റിയേജൻസ് എന്ന് പറയുമ്പോൾ ബീറ്റ ഡൈകേറ്റോൺ കോംപ്ലക്സ് ഓഫ് ലാന്തനൈഡ് അയോൺസ്. അപ്പൊ A സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പൊ എല്ലാത്തിലും A കറക്റ്റ് ആണ്, പിന്നെ പ്രശ്നമില്ല. Provide either upfield or downfield shift resonance peaks of H1 NMR spectrum. അല്ലെ? അപ്ഫീൽഡും കാണിക്കും, ഡൗൺഫീൽഡും കാണിക്കും. സീറിയം മുതൽ പ്രൊമീഥിയം വരെ അപ്ഫീൽഡ്, യൂറോപ്യം ടു ഇറ്റർബിയം വരെ ഡൗൺഫീൽഡ് ആണ് കാണിക്കുന്നത്. ലുട്ടീഷ്യം ഷിഫ്റ്റ് റീജന്റ് ആയിട്ട് യൂസ് ചെയ്യത്തില്ല. കാരണം എന്താണ്? അൺപെയർഡ് ഇലക്ട്രോൺസ് പ്രസന്റ് അല്ല, ഫുള്ളി ഫിൽഡ് ആണ്. ലുട്ടീഷ്യം വേണമെങ്കിൽ ചോദിക്കാം, ലുട്ടീഷ്യവും ഷിഫ്റ്റ് റീജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ചോദിച്ചാൽ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. Okay, lutetium is not used. Lutetium is not used. കാരണം due to fully filled F.
അപ്പോ ബി സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്. അപ്പൊ എയും ബിയും കറക്റ്റ്. നമുക്ക് ഇത് ക്യാൻസൽ ചെയ്യും, ഇത് ക്യാൻസൽ ചെയ്യും. ഇനി effective to simplify complex NMR spectra of all organic molecules. Shift in the H1 NMR does not depend on the concentration of shift reagent. ഞാൻ പറഞ്ഞു അല്ലെ, does not depend ആണ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് അല്ലെ. അപ്പം എ ബി ഡി ആണ് കറക്റ്റ് ആൻസർ. നിങ്ങൾ ചിന്തിക്കും സി കറക്റ്റ് അല്ലേ എന്നൊരു ചിന്ത വരുന്നുണ്ടല്ലേ. ഇഫക്റ്റീവ് ടു സിംപ്ലിഫൈ കോംപ്ലക്സ് NMR സ്പെക്ട്ര ഓഫ് ഓൾ ഓർഗാനിക് മോളിക്യൂൾസ്. എല്ലാ ഓർഗാനിക് മോളിക്യൂൾസും ഇത് ആപ്ലിക്കബിൾ അല്ല. ദ ഓർഗാനിക് മോളിക്യൂൾസ് വിച്ച് ഹാസ് ലോങ് പെയർസ് ഉള്ള ഓർഗാനിക് മോളിക്യൂൾസിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഷിഫ്റ്റ് റീജന്റ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഓൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇത് കാണുമ്പോൾ തന്നെ എ ബി സി ആണ് തോന്നും, പക്ഷെ നമ്മൾ ഭാഗ്യത്തിന് ആ എ ബി സി എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഇല്ല. ചിലപ്പോൾ വേണമെങ്കിൽ എ ബി സി എന്നുള്ള ഓപ്ഷൻ തരാം. ഓക്കെ, എന്നിട്ട് നമ്മൾ തെറ്റിക്കാനായിട്ട് തരും. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഓൾ ഓർഗാനിക് മോളിക്യൂൾസ് അല്ല, ദ ഓർഗാനിക് മോളിക്യൂൾസ് വിച്ച് ഹാസ് ലോട്ട് പെയർസ്. ഇവിടെ മാത്രമേ ഷിഫ്റ്റ് റീജന്റ് യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ദ ഷിഫ്റ്റ് ഒബ്സർവ്ഡ് ബൈ യൂറോപ്യൻ റീജിയൻസ് ആൻഡ് പ്രാസോഡിയൻ റീജിയൻസ്. സമ്മർ 2020 ചോദിച്ചാണ്. അറിയാലോ, യൂറോപ്യത്തിന് എന്താണ് ഡൗൺ ഫീൽഡ് അഥവാ എന്താണ് ഹയർ ഡെൽറ്റ വാല്യൂ. ഇത് അറിയാവുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്, പഠിച്ച കാര്യമാണ്. ബട്ട് അപ് ഫീൽഡ് വിത്ത് പ്രാസോഡിയം റീജിയൻ, അത് കറക്റ്റ്. യൂറോപ്യൻ വരുമ്പോഴത്തേക്കും ഡൗൺ ഫീൽഡ് ആണ് അല്ലെ. പറഞ്ഞല്ലോ, യൂറോപ്യൻ വിത്ത് ഇച്ചർബിയം ഡൗൺ ഫീൽഡ് ആണ്. സീറിയം ടു പ്രൊമീത്തിയം അപ് ഫീൽഡ് ആണ്. അപ്പൊ അതിന്റെ ഉള്ളിലുള്ള എലമെന്റ്സ് നമ്മൾ പഠിച്ചിരിക്കണം. സീറിയം, പ്രാസോഡിയം, നിയോഡിമിയം, പ്രൊമീത്തിയം. യൂറോപ്യൻ കഴിഞ്ഞിട്ട് ഗഡോലിനിയം, അങ്ങനെ ആ ഒരു ചെയിൻ നമ്മൾ പഠിച്ചിരിക്കണം. ഇടയിലൊക്കെ വന്നാൽ എഴുതാൻ പറ്റും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. Consider the following state. Oxidation states greater than +3 are more frequent in actinides compared to lactonides. Correct answer അല്ലേ? കാരണം ഗ്രേറ്റർ മൾട്ടിപ്ലിസിറ്റി ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ആക്ടിനൈറ്റ്സ് കാണിക്കുന്നത്. അപ്പോൾ എ സ്റ്റേറ്റ്മെന്റ് സം ആക്ടിനൈറ്റ്സ് ഷോ DD ട്രാൻസിഷൻസ്. ഒരു ആക്ടിനൈറ്റ്സും DD ട്രാൻസിഷൻ കാണിക്കില്ല. ആക്ടിനൈറ്റ്സ് ആയാലും ലാന്തനൈറ്റ്സ് ആയാലും എന്താ കാണിക്കുന്നത്? FF ട്രാൻസിഷൻസ് അഥവാ FD ട്രാൻസിഷൻസ്. ആക്ടിനൈറ്റ്സും ലാന്തനൈറ്റ്സും. അപ്പൊ എ കറക്റ്റ് ആണ്, ബി തെറ്റാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാം. ഇതാണ് എ ആൻഡ് സി. Some actinides do not have radioactive isotopes. എല്ലാം ഞാൻ ക്ലാസ്സിന്റെ ഇൻട്രൊഡക്ഷനിലേ പറഞ്ഞു, ആക്ടിനൈറ്റ്സ് എല്ലാം റേഡിയോ ആക്റ്റീവ് ആണ്. എല്ലാ എലമെന്റ്സും റേഡിയോ ആക്റ്റീവ്. പക്ഷെ ലാന്തനൈറ്റ്സിൽ വരുമ്പോൾ പ്രൊമിത്യം മാത്രമേ അത് റേഡിയോ ആക്റ്റീവ്. ക്ലാസ് തുടങ്ങുമ്പോഴേ പറഞ്ഞു. ഇനി UO22 + PuO22 സ്റ്റേബിൾ ആണ്. ഇതൊന്ന് പഠിച്ചേക്കാം. ഓക്സൈഡ്സ് ഓഫ് യുറേനിയം, പ്ലൂട്ടോണിയം സ്റ്റേബിൾ ആണ്. അതിലെ UO22+ന്റെ ജോമെട്രി എന്ന് പറയുന്നത് ലീനിയർ ജോമെട്രിയാണ്. അതുകൊണ്ട് ജസ്റ്റ് അറിഞ്ഞിരിക്കുകയാണ്. ഇനി ആക്ടിനൈറ്റ്സ് ഹാവ് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ദാൻ ലാക്ടനൈറ്റ്സ്. കറക്റ്റ് അല്ലേ? സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് അല്ലേ? അതെ. ഫസ്റ്റ് ഹാഫ് ആൻഡ് സെക്കൻഡ് ഹാഫ് ഓഫ് ആക്ടിനൈറ്റ് സീരീസ് ഹാവ് ലോവർ ആൻഡ് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് റെസ്പെക്റ്റീവ്ലി. കറക്റ്റ് ആണ്. തിരിച്ചല്ലേ നമ്മൾ പറഞ്ഞത്? ഫസ്റ്റ് ഹാഫ് സീരീസ് ആക്ടിനൈറ്റ്സിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു. ഫസ്റ്റ് ഹാഫ് സീരീസ് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റും സെക്കൻഡ് ഹാഫ് സീരീസ് ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റും ആണ്. പക്ഷെ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തിരിച്ചല്ലേ തന്നിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് സീരീസ് ലോവറും സെക്കൻഡ് ഹാഫ് സീരീസ് ഹയർ ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 2 ഇൻകറക്റ്റ്. സ്റ്റേറ്റ്മെന്റ് 2 ഇൻകറക്റ്റ് എന്ന് പറയാനായിട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഇൻകറക്റ്റ് വരുന്നത് ഇവിടെ 2 ഇൻകറക്റ്റ് ഉണ്ട്, അതുപോലെ ഇവിടെയും ഇൻകറക്റ്റ്. ബാക്കി നമുക്ക് പിന്നെ ഓൾ ആർ ഇൻകറക്റ്റ്. അതെന്തായാലും വരില്ല. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്. സ്റ്റേറ്റ്മെന്റ് 1 and 3 ആർ കറക്റ്റ്. സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ്. 2 ഇൻകറക്റ്റ് ആണ്. കാരണം ഫസ്റ്റ് ഹാഫ് സീരീസ് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാം, സെക്കൻഡ് ഹാഫ് സീരീസ് ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ലാന്തനൈറ്റ്സ് ഫോം നോൺ സ്റ്റോഷിയോമെട്രി, ആക്ടിനൈറ്റ്സ് ഫോം സ്റ്റോഷിയോമെട്രി. തിരിച്ചാണ്. ലാന്തനൈറ്റ്സ് ഫോം സ്റ്റോഷിയോമെട്രിക്കും ആക്ടിനൈറ്റ്സ് ഒരുപാട് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ഉള്ളതുകൊണ്ട് നോൺ സ്റ്റോഷിയോമെട്രിക് കോമ്പൗണ്ട്സ് ഫോം ചെയ്യും. സോ സ്റ്റേറ്റ്മെന്റ് എ ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓർക്കുക, ലാന്തനൈറ്റ്സിന് സ്റ്റോഷിയോമെട്രിക് കോമ്പൗണ്ട്സ് ആണ് ഫോം ചെയ്യുന്നത്. ആക്ടിനൈറ്റ്സ് നോൺ സ്റ്റോഷിയോമെട്രിക് കോമ്പൗണ്ട്സ് ഡ്യൂ ടു ലാർജ് നമ്പർ ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി
CSIR 2025 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. കോംപ്ലക്സ് ഫോർമേഷൻ ടെൻഡൻസി, കോംപ്ലക്സ് ഫോർമേഷൻ ടെൻഡൻസി ഓഫ് ആക്ടിവിറ്റീസ്. ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്യുക. ചാർജ് കൂടുമ്പോൾ ഹയർ ദ ചാർജ് ഓഫ് മെറ്റൽ, ഈ കോംപ്ലക്സ് എബിലിറ്റി കൂടുതലായിരിക്കും, കോംപ്ലക്സ് എബിലിറ്റി കൂടും. അതുപോലെ ഹയർ കോൺസെൻട്രേഷൻ ഓഫ് ചാർജ്, അപ്പോഴും കോംപ്ലക്സ് എബിലിറ്റി എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഇത് ബൈ ഹാർട്ട് ചെയ്യുക. AN4+, അത് കഴിഞ്ഞ് AnO2+, AN3+, AnO2+. ആൻസർ ഡി ആണ്. ഇതിങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ചാർജ്, മെറ്റലിന്റെ ചാർജ് കൂടുമ്പോൾ കോംപ്ലക്സ് ഫോർമേഷൻ ടെൻഡൻസി കൂടുതലായിരിക്കും. അതേപോലെ കോൺസെൻട്രേഷൻ ഓഫ് ചാർജ് കൂടുമ്പോഴും കോംപ്ലക്സ് എബിലിറ്റി കൂടുതലും. അതുകൊണ്ടാണ് ഇവിടെ ഓക്സിജന്റെ കേസിൽ ഓക്സൈഡ് കോംപ്ലക്സ് വരുമ്പോഴത്തേക്കും കോൺസെൻട്രേഷൻ ഓഫ് ചാർജ് കൂടുതലാണ്. അപ്പൊ അത് കാരണമാണ് NO2+ മുന്നിലേക്ക് വന്നത്. അപ്പൊ ഇത് ആസച്ച് ഇങ്ങനെ തന്നെ ബൈഹാർട്ട് ചെയ്യും. ഒരു ഓർഡർ ബൈഹാർട്ട് 2025 ചോദിച്ചത്. ഇനി സ്ട്രക്ചർ ഓഫ് എലമെന്റൽ മെറ്റൽസ്. അതിനു മുന്നേ ഇവരുടെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ, ഈ ലാന്തനൈഡ്സിന്റെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ എസ് ബ്ലോക്ക് എലമെന്റ്സ് പോലെ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കും, ഒന്ന് വായിച്ചു വെച്ചിരിക്കുക. ഇനി ഇവരുടെ എലമെന്റ്സ് കഴിഞ്ഞ ഡിസംബർ 2025 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. യൂറോപ്യത്തിന്റെ സ്ട്രക്ചർ എന്താണെന്ന് ചോദിച്ചു. യൂറോപ്യത്തിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് BCC സ്ട്രക്ചർ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കൊടുത്തത്. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ഡിസംബർ 2025 ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഈ ചാപ്റ്ററിന് വെയിറ്റേജ് കൂടിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഇത് വേണമെങ്കിൽ ഇനിയും വേറെ എലമെന്റ്സ് ചോദിക്കാം. അപ്പോ സീരിയത്തിന്റെ ഒന്ന് പഠിക്കുക, CCP സ്ട്രക്ചർ. വേറെ ഒന്നും പഠിക്കണ്ട, സീരിയത്തിന്റെ പഠിക്കുക, യൂറോപ്യത്തിന്റെ പഠിക്കുക. അടുത്തത് ഗഡോലിനിയം മുതൽ തൂലിയം വരെ അഡോപ്റ്റ് ചെയ്യുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് HCP സ്ട്രക്ചർ. ഇറ്റർബിയം വരുമ്പോഴത്തേക്കും സീറിയമും ഇറ്റർബിയമും CCP കാണിക്കും. യൂറോപ്യം, ദ ഓൺലി എലമെന്റ് വിച്ച് ഷോസ് BCC സ്ട്രക്ചർ ഇൻ ലാന്തനൈഡ് സീരീസ് ഇസ് യൂറോപ്യം. ഓക്കെ, യൂറോപ്യം ആണ് BCC സ്ട്രക്ചർ കാണിക്കുന്ന ഒരേ ഒരു ലാന്തനൈഡ് എലമെന്റ്. ഇറ്റർബിയമും സീറിയമും CCP സ്ട്രക്ചർ ആണ് കാണിക്കുന്നത്. ബാക്കി ഗഡോലിനിയം മുതൽ തൂലിയം വരെയുള്ള എലമെന്റ്സ് HCP സ്ട്രക്ചറിന് കാണിക്കുന്നു. ബാക്കി നമ്മൾ പഠിക്കട്ടെ. ഈ HC എന്നൊക്കെ പറയുന്നത് നമ്മൾ സോളിഡ് സ്റ്റേറ്റിൽ അങ്ങനെ പഠിക്കാറില്ല. പക്ഷെ അതുകൊണ്ട് നമ്മൾ ഈ എഴുത്ത് നമുക്ക് പഠിക്കാം. മെയിൻ ആയിട്ട് ഇത്രയുമെങ്കിലും നിങ്ങളൊന്ന് ഇരിക്കുക. ഇമ്പോർട്ടന്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടന്റ്. ഇത് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്, ഡിസംബർ 2025 ചോദിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ജൂൺ 2026 വേറെ ഏതെങ്കിലും എലമെന്റ് ചോദിക്കും. അപ്പം ഇത്രയാണ് ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓപ്ഷൻ. അപ്പൊ നമ്മള് ഇതുവരെ നമുക്ക് പഠിച്ചത് ജസ്റ്റ് നമ്മള് ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സിന്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. രണ്ട് ബേസിക് ഔട്ട്ലൈൻ ആണ് ആദ്യം പറഞ്ഞത്. അതിനുശേഷം പേരുകൾ പഠിച്ചു, സിംബൽസ് പഠിച്ചു, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിച്ചു. ഇതിനൊക്കെ ഓരോ ട്രിക്സ് പറഞ്ഞു. ട്രിക്ക് ഓഫ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ട്രിക്സ് ഫോർ റിമൈൻഡിങ് ദ ലാന്തനൈഡ് എലമെന്റ്സ് പറഞ്ഞു. അപ്പൊ ഓർത്ത് വെക്കുക, ഇതൊക്കെ എഴുതിയെടുക്കുക. മാഗ്നറ്റിക് മൂവ്മെന്റ് പറഞ്ഞു, മാഗ്നറ്റിക് മൂവ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്തു. സ്പിന്നോളിക് ഫോർമുല നമ്മൾ ഗഡോലിനിയത്തിന്റെ കേസിൽ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ടേംസ് ഇൻ 2s+1 Lj, L ഡിഫറെന്റ് വാല്യൂസ് അനുസരിച്ച് ടേംസ് പറഞ്ഞു. G കണ്ടുപിടിക്കാനുള്ള ഫോർമുല പറഞ്ഞു. മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല പറഞ്ഞു. J+1. കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു നോക്കുക. ഈ ഒരു യൂറോപ്യത്തിന്റെ ടെർബിയത്തിന്റെ ജൂൺ 2024 ചോദിച്ച ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. നിങ്ങൾ കിട്ടുന്നുണ്ടോ നോക്കുക. കിട്ടില്ലെങ്കിൽ എന്നോട് പറയാം. പിന്നെ മാഗ്നറ്റിക് മൂവ്മെന്റിന്റെ ഡീവിയേഷനെ പറ്റി പറഞ്ഞു. പിന്നെ ഇൻഡിപെൻഡന്റ് ഓഫ് ലീക്കാനറ്റ് ആണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസും സ്പെക്ട്രൽ പ്രോപ്പർട്ടീസും. ലാന്തനൈഡ് കോൺട്രാക്ഷൻ പറഞ്ഞു, കോൺസിക്വൻസസ് പറഞ്ഞു, കളർ ആൻഡ് സ്പെക്ട്രം പറഞ്ഞു. FF ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ വീക്ക് ആൻഡ് ഷാർപ്പ്, FT ട്രാൻസിഷൻ സ്ട്രോങ് ആൻഡ് ഹോട്ട്. പിന്നെ LMCT വരുന്നത് സീരിയം +4 സമേറിയം 2+ലാണ്. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു.
സെപ്പറേഷന്റെ കാര്യം പറഞ്ഞു. അയൺ എക്സ്ചേഞ്ച് ഹൈഡ്രേറ്റഡ് സൈസിനെ ബേസ് ചെയ്തിട്ടാണ്. അയൺ സൈസിന്റെ ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ് ഹൈഡ്രേറ്റഡ് സൈസ്. ലാന്തനയുടെ ഓക്സൈഡ്സും ഹൈഡ്രോക്സൈഡ്സും ബേസിക് നേച്ചർ ആണ്. ഷിഫ്റ്റ് റിയേജൻസ് പറഞ്ഞു. ഓക്സിഡേഷൻ സ്റ്റേറ്റ് പറഞ്ഞു. പിന്നെ അത് ബേസിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തു. ആക്ടിനൈറ്റ്സിന്റെ ഗ്രേറ്റർ നമ്പർ ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ആണ് ഡ്യൂ ടു ദ കമ്പാരബിൾ എനർജി ഓഫ് 5F6 7S. പിന്നെ UO2 2+ PuO2 2+ സ്റ്റേബിൾ ആണ് പറഞ്ഞു. UO2 2+ന്റെ ജോമെട്രി ലീനിയർ ആണ് പറഞ്ഞു. പിന്നെ ലാറ്ററേറ്റ്സ് സ്റ്റോഷിയോമെട്രിക് കോമ്പൗണ്ട്സ് ആണ്. ആക്ടിനൈറ്റ്സ് സ്റ്റോഷിയോമെട്രിക് കോമ്പൗണ്ട്സ് ആണ് പറഞ്ഞു. പിന്നെ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് മാറിപ്പോയിട്ട് ഫസ്റ്റ് ഹാഫ് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കാണിക്കുന്നത്. ഇതൊക്കെ റീസെന്റ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ കോംപ്ലക്സ് ഫോർമേഷൻ ടെൻഡൻസി വളരെ പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇത് അതേപടി തന്നെ പഠിച്ചു വയ്ക്കും. കൂടുതലൊന്നും ആലോചിക്കരുത്, അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. പിന്നെ ഇത് നമുക്ക് ഡിസംബർ 2025 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. യൂറോപ്യത്തിന് ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു പാറ്റേൺ ആയതുകൊണ്ടാണ് പറഞ്ഞത്. ബാക്കിയൊക്കെ നമ്മൾ ഇത് പഠിച്ചത് തന്നെയാണ് നോക്കുന്നത്. ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമുക്ക് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. സോ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.